ഇപ്പം ഈ പ്ലാന്റിന് ഈ ലോ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ടെമ്പറേച്ചറിൽ വരുന്ന വേരിയേഷൻ അനുസരിച്ച് അതിൻ്റെ മെംബ്രെയിൻ്റെ ലിപ്പിഡ് കമ്പോണൻറ്റിൽ വ്യത്യാസം വരുത്താൻ പറ്റും. അപ്പോൾ മെയിനായിട്ടും സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്, അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ഇതിൻ്റെ പേഴ്സൻറ്റേജിൽ വ്യത്യാസം വരുന്നു ടെമ്പറേച്ചറിൽ ഉള്ള വ്യത്യാസം അനുസരിച്ച്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലോ ടെമ്പറേച്ചറിലോട്ട് പോകുമ്പോൾ മെംബ്രെയിന് ഒരു ഫേസ് ട്രാൻസിഷൻ സംഭവിക്കുന്നു. ലോ ടെമ്പറേച്ചറിലോട്ട് പോകുമ്പോൾ മെംബ്രെയിന് ഒരു ഫേസ് ട്രാൻസിഷൻ സംഭവിക്കുന്നു. നോർമലി ഒരു ഫ്ലെക്സിബിളായിട്ടുള്ള ലിക്വിഡ് ക്രിസ്റ്റലൈൻ സ്ട്രക്ചറാണ് മെംബ്രെയിൻ. അത്യാവശ്യം ഫ്ലെക്സിബിളാണ്. ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ എന്നൊക്കെയാണ് മെംബ്രെയിനെ പറ്റി പറയുന്നത്. ഒരു ഫ്ലൂയിഡിറ്റി ഉണ്ട്, ഒരു മൂവ് ചെയ്യാൻ ഒരു ഫ്ലൂയിഡിറ്റി ഉണ്ട്. ഓക്കെ, ഈ ലോ ടെമ്പറേച്ചറോട്ട് പോകുമ്പോൾ ഇത് സോളിഡിഫൈ ചെയ്തിട്ട് കുറച്ചുകൂടെ ഹാർഡായിട്ട് മാറുന്നു. അപ്പം ഈ ലിപ്പിഡിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇപ്പോൾ കോക്കനട്ട് ഓയിലൊക്കെ ആണെങ്കിൽ ലോ ടെമ്പറേച്ചറിൽ അത് ഹാർഡായിട്ട് മാറും എന്ന് പറഞ്ഞതുപോലെ ഹൈ ടെമ്പറേച്ചറിൽ അല്ലെങ്കിൽ നോർമൽ ടെമ്പറേച്ചറിൽ ഒരു ഫ്ലൂയിഡ് നേച്ചറും അത് ലോ ടെമ്പറേച്ചറിലോട്ട് പോകുമ്പോൾ അത് ഒരു സോളിഡ് ആയിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ ഈ മെംബ്രെയിൻ്റെ സോളിഡിഫിക്കേഷൻ അല്ലെങ്കിൽ സോളിഡിലോട്ട് മാറുക പലപ്പോഴും മെംബ്രെയിൻ്റെ ഫങ്ഷനെ ബാധിക്കാറുണ്ട്. നമുക്കറിയാം മെംബ്രെയിനിന് ഒരുപാട് ഫങ്ഷനുണ്ട്. ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസ്, അയോണുകൾ, അതുപോലെ ഒരു സെലക്റ്റീവ് ബാരിയറായിട്ട് ആക്ട് ചെയ്യുന്നതാണ് മെംബ്രെയിൻ. അത് സെൽ മെംബ്രെയിൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഓർഗനൽസിൻ്റെ മെംബ്രെയിൻ ആയിക്കോട്ടെ, ഇതിൻ്റെയൊക്കെ ഈ സ്ട്രക്ചർ ഇങ്ങനെ മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മെംബ്രെയിൻ്റെ പെർഫോമൻസിനെ ബാധിക്കും. അപ്പം ലോ ടെമ്പറേച്ചറിലോട്ട് പോകുമ്പോൾ ഫ്ലെക്സിബിൾ ലിക്വിഡ് ക്രിസ്റ്റലൈൻ സ്ട്രക്ചറിൽ നിന്നും ഒരു സോളിഡ് സ്റ്റേറ്റിലേക്ക് ഒരു ട്രാൻസിഷൻ ഉണ്ടാകുകയും ഇത് പലപ്പോഴും സെൽ ഡെത്തിന് കാരണമാകുകയും ചെയ്യുന്നു. അപ്പോൾ പക്ഷേ നേച്ചറിൽ ഇതുപോലെ ടെമ്പറേച്ചർ വേരിയേഷൻ ഉണ്ടാകാം. ഇപ്പം ടെമ്പററി റീജിയനിലൊക്കെ പലപ്പോഴും അല്ലെങ്കിൽ പോളാർ റീജിയനിലൊക്കെ പോവുകയാണെങ്കിൽ 0ക്ക് താഴേക്ക് ടെമ്പറേച്ചർ പോകാം. അപ്പോൾ ഈ ഒരു കണ്ടീഷനുമായിട്ട് പ്ലാന്റ് അഡാപ്റ്റഡ് ആയേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ അക്ലിമൈസ്ഡ് ആയേ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം എന്ത് രീതിയിലാണ് എങ്ങനെയാണ് ഈ ലോ ടെമ്പറേച്ചറിൽ വരുന്ന മെംബ്രെയിൻ ഹാർഡനിങ്ങിനെ നിന്നും പ്ലാന്റ് രക്ഷപ്പെടുന്നു എന്നുള്ളതാണ് അടുത്ത് നോക്കാൻ പോകുന്നത്. അപ്പം ഇവിടെ ഈ ഫേസ് ട്രാൻസിഷൻ എന്താണ്? ഫേസ് ട്രാൻസിഷൻ ഫ്ലെക്സിബിൾ ലിക്വിഡ് ക്രിസ്റ്റലൈൻ സ്ട്രക്ചറിൽ നിന്നുള്ള ഒരു സോളിഡ് കണ്ടീഷനോട്ടുള്ള ഫേസ് ട്രാൻസിഷൻ എന്തുമായിട്ട് റിലേറ്റ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെംബ്രെയിനിലെ ലിപ്പിഡിലെ സാച്ചുറേറ്റഡ് ആണോ അൺസാച്ചുറേറ്റഡ് ആണോ. അപ്പോൾ നമ്മൾ ഈ സാച്ചുറേറ്റഡ് അൺസാച്ചുറേറ്റഡ് കണ്ടീഷൻ ഓൾറെഡി കണ്ടു കഴിഞ്ഞതാണ്. എന്താണ് സാച്ചുറേറ്റഡ് കണ്ടീഷൻ? ലിപ്പിഡിൽ ഫാറ്റി ആസിഡിൽ ഒരു ഡബിൾ ബോണ്ട് പോലും ഇല്ലാത്ത കണ്ടീഷനാണ് സാച്ചുറേറ്റഡ് കണ്ടീഷൻ. അൺസാച്ചുറേറ്റഡ് കണ്ടീഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡബിൾ ബോണ്ട് ഉള്ള കണ്ടീഷൻ. അപ്പോൾ ഈ ഡബിൾ ബോണ്ട് ഉള്ളപ്പോൾ ഈ ഫാറ്റി ആസിഡിന് ലീനിയറായിട്ട് സ്ട്രെയിറ്റ് ആയിട്ടിരിക്കത്തില്ല, ചെറിയ ബെൻഡ് ഉണ്ട് ഡബിൾ ബോണ്ട് ഉള്ളപ്പോൾ. ഡബിൾ ബോണ്ട് ഇല്ലാത്തപ്പോൾ ഈ ഫാറ്റി ആസിഡ് ലീനിയർ ആയിട്ടിരിക്കും. അപ്പോൾ ഈ ഡബിൾ ബോണ്ട് ഉള്ളപ്പോൾ ഉള്ള ആ ബെൻഡ് പ്രോപ്പറായിട്ട് പാക്കിങ്ങിന് ഒരു ഹിൻഡ്രൻസ് ആണ്. ഈ മെംബ്രെയിനിൽ ലിപ്പിഡ് പ്രോപ്പറായിട്ട് പാക്ക് ചെയ്യുന്നതിന് ഒരു ഹിൻഡ്രൻസ് ആണ് ഡബിൾ ബോണ്ട് ഉള്ളപ്പോഴുള്ള ഈ ബെൻഡ്. അപ്പോൾ ഇത് എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചില്ലിങ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്ലാന്റുകളിൽ അതായത് ലോ ടെമ്പറേച്ചറിൽ അല്ലെങ്കിൽ എക്സ്ട്രീം ലോ ടെമ്പറേച്ചറിൽ പോയി കഴിഞ്ഞാലും പ്ലാന്റിനൊന്നും പറ്റാത്ത ചില്ലിങ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്ലാന്റുകളിൽ കൂടുതൽ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ആണ് മെംബ്രെയിനിലുള്ളത്. അൺസാച്ചുറേറ്റഡ് എന്ന് പറയുമ്പോൾ ഡബിൾ ബോണ്ട് ഉള്ളത്. അപ്പോൾ ഡബിൾ ബോണ്ട് ഉള്ളത് കൊണ്ട് ഈ ബെൻഡ് ഉള്ളത് കൊണ്ട് പ്രോപ്പറായിട്ട് ഇങ്ങനെ അടങ്ങിയിരിക്കാത്തത് കൊണ്ട് ഒരു ഫ്ലൂയിഡിറ്റി അങ്ങനെ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ ലോ ടെമ്പറേച്ചറിലോട്ട് പോകുന്ന ആ ഒരു സോളിഡ് സ്റ്റേറ്റിലോട്ട് പോകുന്നത് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് കൂടുതലുള്ള മെംബ്രെയിനിൽ താമസിക്കും. അപ്പോൾ കുറച്ചധികം ലോ ടെമ്പറേച്ചറിലോട്ട് പോയാൽ പോലും സോളിഡിഫിക്കേഷൻ താമസിച്ചേ വരത്തുള്ളൂ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ഉള്ള പ്ലാന്റുകളിൽ അല്ലെങ്കിൽ മെംബ്രെയിനിൽ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ഉള്ള പ്ലാന്റുകളിൽ. ഇനി ചില്ലിങ്ങിന് സെൻസിറ്റീവ് ആയിട്ടുള്ള പ്ലാന്റുകളിൽ സംബന്ധിച്ച് ഏതാണ് കൂടുതൽ സെൻസിറ്റീവ് ആയിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മെംബ്രെയിനിൽ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ഉള്ള പ്ലാന്റുകൾ ചില്ലിങ്ങിന് സെൻസിറ്റീവ് ആണ്. പെട്ടെന്ന് മെംബ്രെയിൻ ഹാർഡനിങ് നടക്കും. അപ്പോൾ അത് പ്ലാന്റിൻ്റെ എല്ലാ ആക്ടിവിറ്റിയെയും ബാധിക്കും. അപ്പോൾ ഇത്രയും മനസ്സിലാക്കുക, ചില്ലിങ്ങിന് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്ലാന്റുകളിൽ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡുകൾ അല്ലെങ്കിൽ ഡബിൾ ബോണ്ടഡ് ആയിട്ടുള്ള ഫാറ്റി ആസിഡുകൾ മെംബ്രെയിൻ ലിപ്പിഡിൽ കൂടുതലായിരിക്കും. ചില്ലിങ്ങിന് സെൻസിറ്റീവ് ആയിട്ടുള്ള പ്ലാന്റുകളിൽ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ആയിരിക്കും കൂടുതൽ. അപ്പം പലപ്പോഴും
ഈ പറയുന്ന പ്ലാന്റിൽ ഒരു അക്ലിമേഷൻ എന്താ നടക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പ്രൊലോങ്ഡ് എക്സ്പോഷർ ടു എക്സ്ട്രീം ലോ ടെമ്പറേച്ചർ എന്തിന് കാരണമാകും? അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡിൻ്റെ പെർസെൻറ്റേജ് അല്ലെങ്കിൽ റേഷ്യോ ഇൻ ദ മെംബ്രെയിൻ കൂടുന്നതിന് കാരണമാകും. അപ്പോൾ പ്രൊലോങ്ഡ് ലോ ടെമ്പറേച്ചർ ട്രീറ്റ്മെൻറ്റ് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡിൻ്റെ ക്വാണ്ടിറ്റി മെംബ്രെയിനിൽ കൂടുന്നതിന് കാരണമാകും. ഒരു ഇതാണ് അക്ലിമേഷൻ വഴിയാണ്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ലോ ടെമ്പറേച്ചറിൽ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡിനെ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ആക്കുന്ന എൻസൈമുകൾ ആക്റ്റീവ് ആകുന്നു. അങ്ങനെ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ഈസ് കൺവേർട്ടഡ് ടു അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് എപ്പോൾ? ലോ ടെമ്പറേച്ചറിൻ്റെ സമയത്ത്. അപ്പം ആക്ടിവിറ്റി ഓഫ് ഡീസാച്ചുറേസ് എൻസൈം, ഡീസാച്ചുറേസ് എന്ന് പറയുന്നത് സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡിനെ അല്ലെങ്കിൽ ഡബിൾ ബോണ്ട് ഇല്ലാത്ത ഫാറ്റി ആസിഡിനെ ഡബിൾ ബോണ്ട് ഉള്ളതാക്കുന്ന എൻസൈമാണ് ഡീസാച്ചുറേസ് എൻസൈം. ഈ പറയുന്ന ഡീസാച്ചുറേസ് എൻസൈമിൻ്റെ ആക്ടിവിറ്റി പ്രൊലോങ്ഡ് എക്സ്പോഷർ ടു ലോ ടെമ്പറേച്ചറിൻ്റെ സമയത്ത് കൂടുകയും അതുവഴി സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫാറ്റി ആസിഡുകളെ അൺസാച്ചുറേറ്റഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതുവഴി ഈ ചില്ലിംഗ് റെസിസ്റ്റൻസ് പ്ലാന്റിന് കിട്ടുന്നു. അപ്പോൾ ഈ ഡീസാച്ചുറേസ് എൻസൈം ആക്റ്റീവ് ആകുമ്പോൾ കൂടുതൽ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് മെംബ്രെയിനിൽ ഉണ്ടാകുന്നു. അത് ഫേസ് ട്രാൻസിഷൻ ഏത് ഫ്ലെക്സിബിൾ ലിക്വിഡ് ക്രിസ്റ്റലൈൻ സ്ട്രക്ചറിൽ നിന്നും സോൾഡ് ആകുന്ന ആ ഒരു ടെമ്പറേച്ചറിനെ കൂടുതൽ താത്തുന്നു. അപ്പോൾ കൂടുതൽ താത്തുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമലി ഈ പറയുന്ന മെംബ്രെയിൻ സോളിഡ് ആകുന്ന ടെമ്പറേച്ചറിൽ നിന്നും വളരെ താഴേക്ക് പോയാൽ മാത്രമേ സോൾഡ് ആകത്തുള്ളൂ. അപ്പോൾ അത്രയും ലോ ടെമ്പറേച്ചർ വരെ പ്ലാന്റിന് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പിടിച്ചു നിൽക്കാൻ പറ്റും. അപ്പോൾ ഇത് ഒരു സ്ട്രെസ്സിൻ്റെ സമയത്ത് ഉണ്ടാകുന്ന ഒരു അക്ലിമേഷനാണ്. ഓക്കെ, അപ്പം ഇതിനകത്ത് ഒരു ഒബ്സർവേഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ omega-3 ഫാറ്റി ആസിഡ് ഡീസാച്ചുറേസ്, അതായത് omega-3 ഫാറ്റി ആസിഡിനെ ഡീസാച്ചുറേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡബിൾ ബോണ്ട് ഉണ്ടാക്കുന്ന എൻസൈം മ്യൂട്ടേറ്റഡ് ആയിട്ടുള്ള അറാബ്ഡോസിന് തെർമോ ടോളറൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റ്, തെർമോ ടോളറൻസ് കൂടുതലാണെന്ന് പറഞ്ഞെങ്കിൽ ഹൈ ടെമ്പറേച്ചറിലോട്ട് പോകുന്നതിന് കുഴപ്പമില്ല. കാരണം ഹൈ ടെമ്പറേച്ചറിൽ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് കുഴപ്പമില്ല. അപ്പോൾ തെർമോ ടോളറൻസ് കൂടുതലാണ്. നേരെ മറിച്ച് ഇതിനെ സംബന്ധിച്ച് ചില്ലിംഗ് സ്ട്രെസ് സഹിക്കാൻ പറ്റത്തില്ല. കാരണം omega-3 ഫാറ്റി ആസിഡ് ഡീസാച്ചുറേസ് ആണ് മ്യൂട്ടേറ്റഡ് ആയത്. അപ്പോൾ ഡബിൾ ബോണ്ട് ഉണ്ടാക്കുന്ന എൻസൈം മ്യൂട്ടേറ്റഡ് ആയി കഴിഞ്ഞപ്പോൾ എല്ലാ ലിപ്പിഡും അല്ലെങ്കിൽ എല്ലാ ഫാറ്റി ആസിഡും സാച്ചുറേറ്റഡ് കണ്ടീഷൻ നിൽക്കുമ്പോൾ അതിന് ഹൈ ടെമ്പറേച്ചർ സഹിക്കാൻ പറ്റും, പക്ഷേ ലോ ടെമ്പറേച്ചർ സഹിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിന് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ചില്ലിംഗ് ടെമ്പറേച്ചറിൽ മെംബ്രെയിൻ സോൾഡിഫിക്കേഷൻ ഒഴിവാക്കണമെങ്കിൽ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് കൂടുതൽ വേണം. അപ്പം ചില്ലിങ്ങിന് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്ലാന്റുകളിൽ മെംബ്രെയിനിൽ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് കൂടുതലായിരിക്കും. ചില്ലിങ്ങിന് സെൻസിറ്റീവ് ആയിട്ടുള്ള പ്ലാന്റുകളിൽ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് കൂടുതലായിരിക്കും. നമ്മൾ പ്ലാന്റിൽ സ്ട്രെസ്സിനെ പറ്റി പറഞ്ഞപ്പോൾ ഹെവി മെറ്റൽസ് പ്ലാന്റിൽ ടോക്സിക് ആണ് എന്ന് പറഞ്ഞു. അപ്പം ഏതൊക്കെയാണ് കോമൺ ആയിട്ടുള്ള ഹെവി മെറ്റൽ? സോഡിയം, ആഴ്സനിക്, കാഡ്മിയം, കോപ്പർ, നിക്കൽ, സിങ്ക് ആൻഡ് സെലീനിയം. അപ്പം ഇങ്ങനെയുള്ള ഹെവി മെറ്റൽസ് പ്ലാന്റിന് ടോക്സിക് ആണ്. അപ്പോൾ ഈ ഒരു ഹെവി മെറ്റൽ ഉള്ള കണ്ടീഷനിൽ വളരുന്ന പ്ലാന്റുകൾ ഈ ഒരു ഹെവി മെറ്റലിൻ്റെ ടോക്സിസിറ്റി അവോയ്ഡ് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ 2 മെക്കാനിസം ഉപയോഗിച്ചിട്ടാണ് ഈ ഹെവി മെറ്റൽ കൊണ്ടുള്ള ടോക്സിസിറ്റി പ്ലാന്റ് ഇല്ലാണ്ടാക്കുന്നത്. ഒന്ന് എക്സ്ക്ലൂഷൻ, രണ്ടാമത്തേത് ടോളറൻസ്. എക്സ്ക്ലൂഷൻ ആൻഡ് ടോളറൻസ്. അപ്പോൾ പേരിൽ തന്നെ ഉണ്ട് എക്സ്ക്ലൂഷൻ. അപ്പോൾ എന്തായിരിക്കും എക്സ്ക്ലൂഷൻ? ഈ പറയുന്ന ഹെവി മെറ്റലുകളെ അവോയ്ഡ് ചെയ്യുക, അതാണ് എക്സ്ക്ലൂഷൻ. അപ്പം എന്താണ് എക്സ്ക്ലൂഷൻ എന്ന് പറയുമ്പോൾ? എബിലിറ്റി ടു ബ്ലോക്ക് ഇൻടേക്ക്. അപ്പം ഇൻടേക്കിനെ ബ്ലോക്ക് ചെയ്യുക, ഇൻടേക്കിന് അകത്ത്. അപ്പം എന്താണ്? പ്ലാന്റ് സെല്ലിലോട്ടുള്ള ഇൻടേക്ക് ഓഫ് ഹെവി മെറ്റലിനെ ബ്ലോക്ക് ചെയ്യുക. ഇനി അഥവാ അകത്തോട്ട് എടുത്താൽ പോലും പമ്പുകൾ ഉപയോഗിച്ച് ഔട്ട് ഓഫ് ദ സെൽ ട്രാൻസ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതാണ് എക്സ്ക്ലൂഷൻ. അപ്പോൾ എന്താണ് എക്സ്ക്ലൂഷൻ മെക്കാനിസം? ഹെവി മെറ്റൽസിനെ അവോയ്ഡ് ചെയ്യാനുള്ള എക്സ്ക്ലൂഷൻ മെക്കാനിസം എന്താണ്? ഹെവി മെറ്റലുകളുടെ അപ്ടേക്ക് അവോയ്ഡ് ചെയ്യുക, അഥവാ അകത്തേക്ക് വന്നാൽ പോലും പമ്പ് ഉപയോഗിച്ച് വെളിയിലോട്ട് കളയുക.
ഇനി രണ്ടാമത്തെ മെക്കാനിസം ഏതാണ്? ടോളറൻസ്. ടോളറൻസ് എന്ന് പറയുന്ന ഒരു ബയോകെമിക്കൽ അഡാപ്റ്റേഷനാണ്. അപ്പം ഇതെന്താണ്, ഈ ഹെവി മെറ്റൽ ഉണ്ടെങ്കിലും അതിനെ അങ്ങോട്ട് കുഴപ്പമില്ല, അതുമായിട്ട് അങ്ങ് ടോളറേറ്റ് ചെയ്ത് കണ്ടീഷണൽ പ്ലാന്റ് മുന്നോട്ട് പോവുക. അല്ലെങ്കിൽ അകത്തേക്കെടുത്ത ഈ ഹെവി മെറ്റലുകളെ കമ്പാർട്ട്മെൻറ്റലൈസ് ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും വാക്യൂളിലോട്ടൊക്കെ എന്താണ് സ്റ്റോർ ചെയ്ത് വെക്കുക, അപ്പോൾ കമ്പാർട്ട്മെൻറ്റലൈസ് ചെയ്യുക. അല്ലെങ്കിൽ എന്താണ്, കീലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഹെവി മെറ്റൽ മറ്റ് ചില പ്രോട്ടീനുകളുടെ ഒക്കെ ഭാഗമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ട് പോയി കഴിയുമ്പം ഈ ഹെവി മെറ്റലിന് ടോക്സിക് എഫക്റ്റ് ഇല്ല, മറ്റ് ചില കീലേറ്റിംഗ് ഏജൻറ്റുമായിട്ട് അറ്റാച്ച്ഡ് ആകും. അപ്പോൾ അങ്ങനെയുള്ള കീലേറ്റിംഗ് ഏജൻറ്റ് ഉപയോഗിച്ച് ഇതിനെ ന്യൂട്രലൈസ് ചെയ്യുക. ഈ രീതിയിലാണ് ടോളറൻസ്. അപ്പോൾ ടോളറൻസ് എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ എന്തെങ്കിലും ബയോകെമിക്കൽ മെക്കാനിസം ഉപയോഗിച്ച് ടോളറേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കമ്പാർട്ട്മെൻറ്റലൈസ് ചെയ്യുക, അല്ലെങ്കിൽ കീലേറ്റിംഗ് ഏജൻറ്റ് ഉപയോഗിച്ച് ഇതിൻ്റെ ടോക്സിറ്റിനെ നള്ളിഫൈ ചെയ്ത് കളയുക. അപ്പം എക്സ്ക്ലൂഷനും ടോളറൻസും. അപ്പോൾ എക്സ്ക്ലൂഷൻ ഒന്നെങ്കിൽ ഇൻടേക്കിനെ ബ്ലോക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഔട്ട് ഓഫ് ദ സെൽ ട്രാൻസ്പോർട്ട് ചെയ്യുക. ടോളറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബയോകെമിക്കൽ മെക്കാനിസം ഉപയോഗിച്ച് ടോളറേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കമ്പാർട്ട്മെൻറ്റലൈസ് ചെയ്യുക, അല്ലെങ്കിൽ കീലേറ്റിംഗ് ഏജൻറ്റ് ഉപയോഗിച്ച് ഈ പറയുന്ന ഹെവി മെറ്റലിൻ്റെ ടോക്സിറ്റിനെ ഇല്ലാണ്ടാക്കുക. അപ്പോൾ നമ്മൾ ആദ്യം എക്സ്ക്ലൂഷൻ മെക്കാനിസത്തെ പറ്റിയാണ് പറയുന്നത്, ഇത് ഒഴിവാക്കുന്നതിനെ പറ്റി. അപ്പോൾ സാധാരണ പ്ലാന്റുകൾ ഗ്ലൈക്കോഫൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാൾട്ടിന് സെൻസിറ്റീവ് ആണ്. സാൾട്ട് സെൻസിറ്റീവ് എന്ന് പറയുമ്പോൾ ഇതുപോലുള്ള ഹെവി മെറ്റലിന് സെൻസിറ്റീവ് ആയിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ഗ്ലൈക്കോഫൈറ്റുകൾ എങ്ങനെ ചെയ്യുന്നു, ഈ പറയുന്ന ഹെവി മെറ്റലിൻ്റെ പ്രസൻസിൽ എന്ത് മെക്കാനിസം എംപ്ലോയ് ചെയ്യുന്നു ഈ ഒരു ഹെവി മെറ്റലിൻ്റെ ടോക്സിറ്റി ഇല്ലാണ്ടാക്കാൻ. അപ്പം അത് മെയിനായിട്ടും എംപ്ലോയ് ചെയ്യുന്ന മെക്കാനിസം അപ്ടേക്ക് ഒഴിവാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ രണ്ട് മെക്കാനിസം എക്സ്ക്ലൂഷനും ടോളറൻസും പറഞ്ഞു. അതിനകത്ത് എക്സ്ക്ലൂഷനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. എക്സ്ക്ലൂഷൻ എംപ്ലോയ് ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് പ്ലാന്റുകളാണ് ഗ്ലൈക്കോഫൈറ്റ്സ്. സാൾട്ട് സെൻസിറ്റീവ് പ്ലാന്റ് ആണ്. അവരെന്താണ് ഈ പറയുന്ന എക്സ്ക്ലൂഷൻ മെക്കാനിസം ഉപയോഗിച്ചിട്ടാണ് ഹെവി മെറ്റൽ ടോക്സിറ്റിയിൽ നിന്നും രക്ഷപ്പെടുന്നത്. എന്താണ് എക്സ്ക്ലൂഷൻ മെക്കാനിസം? ഇൻടേക്ക് ഒഴിവാക്കുക, അഥവാ ഇൻടേക്ക് നടന്നാൽ അതിനെ പമ്പുകൾ ഉപയോഗിച്ച് ഔട്ട് ഓഫ് ദ സെൽ ട്രാൻസ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്താണ് നടക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഈ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഇവിടെയുണ്ട്. അപ്പോൾ ഇവിടെ ഇൻടേക്ക് അവോയ്ഡ് ചെയ്തിട്ടും അകത്തേക്ക് ഹെവി മെറ്റൽ കയറി വരികയാണെങ്കിൽ പമ്പുകൾ ഉപയോഗിച്ച് ഔട്ട് ഓഫ് ദ സെൽ ട്രാൻസ്പോർട്ട് ചെയ്യാന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഡയഗ്രം നോക്കുകയാണെങ്കിൽ ഇത് സെൽ മെംബ്രെയിൻ ആണ്, ഇത് വാക്യൂളാണ്. ഈ അകത്ത് വരച്ചേക്കുന്ന ഈ ബ്ലൂ കളറിൽ വാക്യൂളാണ്, ഇത് സെൽ മെംബ്രെയിൻ ആണ്. അപ്പോൾ ഈ ഹെവി മെറ്റൽ ടോക്സിസിറ്റിയുടെ സമയത്ത് ഗ്ലൈക്കോഫൈറ്റ്സ് അല്ലെങ്കിൽ എക്സ്ക്ലൂഷൻ മെക്കാനിസം ഉപയോഗിക്കുന്ന പ്ലാന്റുകൾ മാക്സിമം ഇതിൻ്റെ ഇൻടേക്ക് അവോയ്ഡ് ചെയ്യും. ഇനി അത് നടന്നില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോഡിയം H+ ആൻറ്റിപോട്ട്. എന്താണ് ആൻറ്റിപോട്ട്? ഒരു അയോണിനെ വെളിയിലോട്ട് കളയും, മറ്റൊന്നിനെ അകത്തോട്ട് എടുക്കുകയും, ഒരു ഫാക്ടറിനെ വെളിയിലോട്ട് കളയും ഒരെണ്ണത്തിന്. ഇവിടെ സോഡിയം H+ എന്ന് പറയുമ്പോൾ ഏതാണ് പ്രശ്നമുണ്ടാക്കുന്നത്? സോഡിയമാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്, ഹെവി മെറ്റൽ ആയിട്ടുള്ളത്. അപ്പം സോഡിയം ഇൻസൈഡ് സെൽ, സോഡിയം അകത്തുള്ള സെല്ലിലുള്ള സോഡിയത്തിനെ വെളിയിലോട്ട് കളയുകയും അതിന് പകരം ഒരു H+ അകത്തോട്ട് എടുക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ സോഡിയത്തിൻ്റെ ടോക്സിറ്റി ഒഴിവാക്കും. സോഡിയം എന്ന് പറയുന്ന ഈ പറയുന്ന ടോക്സിക് ആയിട്ടുള്ള ഫാക്ടറിൻ്റെ ടോക്സിസിറ്റി ഒഴിവാക്കുന്നു. എങ്ങനെ? സോഡിയത്തിനെ വെളിയിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു, H+ അകത്തോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. ആൻറ്റിപോട്ട്. അപ്പോൾ ഒരെണ്ണം അങ്ങോട്ട് പോകുമ്പോൾ ഒരെണ്ണം തിരിച്ചു വരണം. ആൻറ്റിപോട്ട് മെക്കാനിസം അങ്ങനെയാണ്. പക്ഷേ സെല്ലിൻ്റെ എക്സ്റ്റീരിയറിൽ അപ്പോൾ H+ വേണം. അപ്പോൾ അതിന് വേണ്ടിയുള്ള H+ എങ്ങനെയാണ്? സെല്ലിൻ്റെ അകത്തുനിന്നുള്ള H+നെ ATP ഉപയോഗിച്ച്, ATPയുടെ എനർജി ഉപയോഗിച്ച് എനർജി ഡിപ്പെൻഡൻറ്റ് മാനറിൽ പമ്പ് ചെയ്ത് വെളിയിലോട്ട് കളയുന്നു. അപ്പോൾ ഇത് പമ്പാണ്. H+ ATPase എന്നാണ് പറയുന്നത് ഈ പമ്പിൻ്റെ. H+ ATPase. H+നെ ATPയുടെ എനർജി ഉപയോഗിച്ച് സെല്ലിൻ്റെ വെളിയിലോട്ട് പമ്പ് ചെയ്തുള്ളൂ. അപ്പോൾ എന്തായിരിക്കും? വെളിയിൽ H+ അക്യുമുലേറ്റ് ചെയ്യുന്നു. ആ H+നെ അകത്തോട്ട് എടുക്കുകയും സോഡിയത്തിനെ വെളിയിലോട്ട് കളയും. അങ്ങനെ ചെയ്യുന്നത് വഴി പ്ലാന്റ് അകത്ത് അക്യുമുലേറ്റ് ചെയ്ത സോഡിയം ഇല്ലാണ്ടാകുന്നത്. ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഈ പറയുന്ന സോഡിയം പോലെയുള്ള ഫാക്ടേഴ്സിൻ്റെ ടോക്സിറ്റി ഒഴിവാക്കാൻ വേണ്ടി H+ ATPase എന്ന് പറയുന്ന ആൻറ്റിപോട്ട് H+നെ അകത്തോട്ട് എടുത്തിട്ട് സോഡിയത്തിനെ വെളിയിലോട്ട് കളയുന്നു. അപ്പോൾ അകത്തോട്ട് എടുക്കാൻ H+ വേണം. ആ H+നെ H+ ATPase പോലെയുള്ള പമ്പുകൾ ATP ഉപയോഗിച്ചിട്ട്, ATPയുടെ എനർജി ഉപയോഗിച്ച് H+ വെളിയിലോട്ട് പമ്പ് ചെയ്യുകയും വെളിയിലൊരു H+ന്റെ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് കൂട്ടുകയും ആ H+ന്റെ ഇൻഫ്ലോയുടെ സമയത്ത് ഔട്ട് ഓഫ് ദ സെൽ സോഡിയം ട്രാൻസ്പോർട്ട് ചെയ്തു. അതുവഴി സോഡിയത്തിൽ നിന്നും ഹൈ കോൺസെൻട്രേഷൻ ഇല്ലാണ്ടാകുന്നു.
അതേപോലെ തന്നെ വാക്യൂളിലോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതേ മെക്കാനിസം ഉപയോഗിച്ച് വാക്യൂളിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്താണ്? സോഡിയം H+ ആൻറ്റിപോഡ്. സോഡിയം H+ ആൻറ്റിപോഡ് ഇവിടെ കണ്ട സംഗതി തന്നെ. സോഡിയം H+ ആൻറ്റിപോഡ് സോഡിയത്തിനെ ഇൻറ്റു ദ വാക്യൂൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. വാക്യൂളിനകത്തോട്ട് സ്റ്റോർ ചെയ്ത് വെക്കുക. അപ്പോൾ സൈറ്റോപ്ലാസ്റ്റിൽ അതിൻ്റെ എഫക്റ്റ് ഇല്ല. വാക്യൂളിലോട്ട് സോഡിയം ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ അതിന് ആൻറ്റിപോട്ടാണ്. H+ വെളിയിലോട്ട് വരുന്നു. വാക്യൂളിൽ നിന്ന് H+ വെളിയിലോട്ട് വരുന്നു. അപ്പം ഈ വെളിയിലോട്ട് വരാൻ H+ എവിടെ വേണം? വാക്യൂളിൽ H+ വേണം. അതാരാ ചെയ്യുന്നത്? H+ ATPase. ഇതേപോലുള്ള H+ ATPase ATPയുടെ എനർജി ഉപയോഗിച്ച് H+നെ ഇൻറ്റു ദ വാക്യൂൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഇവിടെ H+ Na+ ആൻറ്റിപോട്ട് ഉണ്ട്. അതിന് H+ വെളിയിലോട്ട് കൊടുക്കണമെങ്കിൽ H+ന്റെ അക്യുമുലേഷൻ ഇവിടെ വേണം. അതിന് വേണ്ടിയിട്ട് H+നെ H+ ATPase എന്ന് പറയുന്ന പമ്പ് ഉപയോഗിച്ച് വാക്യൂളിനകത്തോട്ട് ഇതേപോലെ തന്നെ വാക്യൂളിനകത്തോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. ആ H+ തിരിച്ചു കൊടുത്തിട്ട് സോഡിയത്തിനെ വാക്യൂളിനകത്തോട്ട്, സോഡിയത്തിൻ്റെ അക്യുമുലേഷൻ വാക്യൂളിൽ. അപ്പോൾ സൈറ്റോപ്ലാസ്റ്റിലെ സോഡിയത്തിൻ്റെ കോൺസെൻട്രേഷൻ കുറയുന്നു. അപ്പോൾ ഇവിടെ H+ ATPase മാത്രമല്ല, പൈറോഫോസ്ഫറ്റേസ് എന്ന് പറയുന്ന എൻസൈം, PPIase എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്ന എൻസൈമും പൈറോഫോസ്ഫേറ്റ്, 2 ഫോസ്ഫേറ്റിനെ ക്ലീവ് ചെയ്തിട്ട് അതിൻ്റെ എനർജി ഉപയോഗിച്ചും H+ ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട് വാക്യൂളിൽ. അപ്പം ഇതാണ് മെക്കാനിസം. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇത് സോഡിയം പോലെയുള്ള ടോക്സിക് ആയിട്ടുള്ള ഫാക്ടേഴ്സ് സെല്ലിൽ അക്യുമുലേറ്റ് ചെയ്താൽ H+ Na+ ആൻറ്റിപോഡ് സോഡിയത്തിനെ വെളിയിലോട്ട് കളയുകയും H+നെ അകത്തോട്ട് എടുക്കുകയും ചെയ്യുന്നു. അകത്തേക്ക് H+ എടുക്കണമെങ്കിൽ സെല്ലിൻ്റെ എക്സ്റ്റീരിയറിൽ H+ കൂടുതൽ വേണം. അതാരാണ്? H+ ATPase എന്ന് പറയുന്ന എൻസൈം ATPയുടെ എനർജി ഉപയോഗിച്ച് H+നെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ H+ന്റെ കോൺസെൻട്രേഷൻ ഇവിടെ കൊടുക്കുന്നു. ആ H+ അകത്തേക്ക് വരികയും സോഡിയം വെളിയിലോട്ട് പോവുകയും ചെയ്യുന്നു H+ Na+ ആൻറ്റിപോഡ് ഉപയോഗിച്ച്. അതേ മെക്കാനിസം തന്നെ വാക്യൂളിലോട്ടുള്ള സോഡിയത്തിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ. ഇവിടെ വെളിയിലോട്ട് കളഞ്ഞെങ്കിൽ സൈറ്റോപ്ലാസ്റ്റിലുള്ള സോഡിയം വാക്യൂളിനകത്ത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. H+ തിരിച്ചു പോകുന്നു. ആൻറ്റിപോട്ടാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ പിന്നെ എന്തായിരുന്നു? ഇവിടെ ഈ പറയുന്ന H+ന്റെ കോൺസെൻട്രേഷൻ വാക്യൂളിനകത്ത് കൂട്ടാൻ H+ ATPase അല്ലെങ്കിൽ പൈറോഫോസ്ഫറ്റേസ് പോലെയുള്ള H+ ട്രാൻസ്പോർട്ടറുകളെ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ പമ്പിനെ ഉപയോഗിക്കുന്നു. അപ്പോൾ ഇവിടെ സാധാരണഗതിയിൽ സെൽ മെംബ്രെയിനിൽ കാണപ്പെടുന്ന H+ Na+ ആൻറ്റിപോഡ് SOS1 ആണ്. വാക്യൂളിൻ്റെ മെംബ്രെയിനിൽ കാണപ്പെടുന്ന H+ Na+ ആൻറ്റിപോഡ് NaX1 ആണ്. ഈ H+ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് H+ ATPase ആണ്. അത് സെൽ മെംബ്രെയിനിലും കാണാം, വാക്യൂളിൻ്റെ മെംബ്രെയിനിലും കാണാം. അതുകൂടാതെ വാക്യൂളിൻ്റെ മെംബ്രെയിനിൽ പൈറോഫോസ്ഫറ്റേസ് എന്ന് പറയുന്ന ATP പമ്പും ഉണ്ട്. പൈറോഫോസ്ഫേറ്റിൻ്റെ ക്ലീവേജ്, 2 ഫോസ്ഫേറ്റിനിടയിലുള്ള ഹൈ എനർജി ബോണ്ട് ബ്രേക്ക് ചെയ്ത് ആ എനർജി ഉപയോഗിച്ച് H+നെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന പൈറോഫോസ്ഫറ്റേസ് വാക്യൂളിൻ്റെ മെംബ്രെയിനിലും കാണപ്പെടുന്നു. അപ്പോൾ ഇതാണ് ഈ ഗ്ലൈക്കോഫൈറ്റുകൾ എന്ന് പറയുന്ന സാൾട്ട് സെൻസിറ്റീവ് ആയിട്ടുള്ള പ്ലാന്റുകൾ ഉപയോഗിക്കുന്ന മെക്കാനിസം. ഈ സോഡിയത്തിൻ്റെ ഇൻടേക്ക് നോർമലി നടക്കാറില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സോഡിയം സൈറ്റോപ്ലാസ്റ്റിൽ കൂടുതലായിട്ട് വേണ്ടാത്ത കാര്യമാണ്. അപ്പം അഥവാ സെല്ലിൻ്റെ എക്സ്റ്റീരിയറിൽ സോഡിയത്തിൻ്റെ കോൺസെൻട്രേഷൻ കൂടുകയാണെങ്കിൽ ഈ പറയുന്ന Na+ ചിലപ്പോൾ പൊട്ടാസ്യം ട്രാൻസ്പോർട്ടർ, അതായത് സെല്ലിൻ്റെ മെംബ്രെയിനിൽ പൊട്ടാസ്യം ട്രാൻസ്പോർട്ടർ ഉണ്ട്, പൊട്ടാസ്യത്തിനെ ഇൻറ്റു ദ സെൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ആ ട്രാൻസ്പോർട്ടർ പലപ്പോഴും സോഡിയത്തിന് അകത്തോട്ട് എടുക്കും, മാറിപ്പോകും ഹൈ കോൺസെൻട്രേറ്റ് സോഡിയം വന്നു കഴിഞ്ഞാൽ. അപ്പോൾ എന്തായിരിക്കും? നോർമലി സോഡിയത്തിന് ലോ പെർമിയബിലിറ്റി ആണ്, സോഡിയം അകത്തോട്ട് വരത്തില്ല. എന്തുകൊണ്ടെന്നാൽ സോഡിയം ഒരു ചാർജ്ഡ് അയോണാണ്. അതിനെന്താണ്? അകത്തേക്ക് ലിപ്പിഡ് ബൈലെയറിലൂടെ ട്രാവൽ ചെയ്ത് അകത്തോട്ട് വരാൻ പറ്റത്തില്ല. പക്ഷേ ഹൈ കോൺസെൻട്രേറ്റ് സോഡിയം ഉണ്ടാകുമ്പോൾ പലപ്പോഴും പൊട്ടാസ്യം ട്രാൻസ്പോർട്ടർ, പൊട്ടാസ്യത്തിനെ സെല്ലിൻ്റെ അകത്തോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന പൊട്ടാസ്യം ട്രാൻസ്പോർട്ടർ സോഡിയത്തിനെ കൂടെ ട്രാൻസ്പോർട്ട് ചെയ്യും. ഇത് എന്തിന് കാരണമാകുന്നു? സോഡിയത്തിൻ്റെ അക്യുമുലേഷൻ ഇൻ ദ സൈറ്റോപ്ലാസ്റ്റിന് കാരണമാകുന്നു. ആ സമയത്താണ് ഈ ഒരു മെക്കാനിസം യൂട്ടിലൈസ് ചെയ്യുന്നത്. ഇനി ഈ കാൽസ്യം ഡിപ്പെൻഡൻറ്റ് മാനറിൽ ഈ പൊട്ടാസ്യം ട്രാൻസ്പോർട്ടറിൻ്റെ സെലക്ടിവിറ്റി കൂട്ടാറുണ്ട്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോൾ പറഞ്ഞു, അഥവാ സെല്ലിൻ്റെ എക്സ്റ്റീരിയറിൽ സോഡിയം കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സോഡിയത്തിനെ പൊട്ടാസ്യം ട്രാൻസ്പോർട്ടർ ഇൻറ്റു ദ സെൽ ട്രാൻസ്പോർട്ട് ചെയ്യും. അപ്പം ഈ സെല്ല് വെളിയിലേക്ക് കാൽസ്യം റിലീസ് ചെയ്യുകയാണെങ്കിൽ ഈ കാൽസ്യം ഡിപ്പെൻഡൻറ്റ് മാനറിൽ പൊട്ടാസ്യം ട്രാൻസ്പോർട്ടറിൻ്റെ സെലക്ടിവിറ്റി കൂടുകയും അതുവഴി പൊട്ടാസ്യം ട്രാൻസ്പോർട്ടർ ആക്സിഡൻ്റലി സോഡിയത്തിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിൻ്റെ സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു. അപ്പോൾ പലപ്പോഴും ഈ പറയുന്ന സോഡിയം കോൺസെൻട്രേഷൻ ഔട്ട്സൈഡ് സെല്ല് കൂടിക്കഴിയുമ്പോൾ ആക്സിഡൻ്റൽ ഇൻടേക്ക് ഓഫ് സോഡിയം ബൈ പൊട്ടാസ്യം ട്രാൻസ്പോർട്ടർ നടക്കാണ്ടിരിക്കാൻ വേണ്ടി സെല്ല് കാൽസ്യം റിലീസ് ചെയ്യും. കാൽസ്യം ഡിപ്പെൻഡൻറ്റ് മാനറിൽ പൊട്ടാസ്യം ട്രാൻസ്പോർട്ടർ സോഡിയത്തെ
ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് കുറയും, പൊട്ടാസ് തന്നെ കറക്റ്റായിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യും. അങ്ങനെ സെലക്ടിവിറ്റി കൂട്ടുന്ന ഒരു മെക്കാനിസവും കാണപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ പ്ലാന്റിലുണ്ട്. അപ്പോൾ നമ്മൾ ഗ്ലൈക്കോഫൈറ്റിനെ പറ്റി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഗ്ലൈക്കോഫൈറ്റ് എങ്ങനെ ഈ ഹെവി മെറ്റൽ പോലെയുള്ള സ്ട്രെസ് കണ്ടീഷനെ ഒഴിവാക്കുന്നുള്ളതാണ്. ഇനി ഹാലോഫൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് സലൈനിറ്റി ഉള്ള കണ്ടീഷന് വളരാൻ അഡാപ്റ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് പ്ലാന്റുകളാണ് ഹാലോഫൈറ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ ഗ്ലൈക്കോഫൈറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഹാലോഫൈറ്റിന് ഹൈ കോൺസെൻട്രേഷൻ ഓഫ് സോഡിയം ഒക്കെ ടോളറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഈ എങ്ങനെയാണ് ടോളറേറ്റ് ചെയ്യുന്നത്? പലപ്പോഴും ഈ റൂട്ട് സെല്ലിൽ നിന്ന് ഈ സോഡിയം ഇൻറ്റു ദ ഷൂട്ട് ട്രാൻസ്പോർട്ട് ചെയ്യും. ഈ ഷൂട്ടിനാണെങ്കിൽ പോലും ഹൈ കോൺസെൻട്രേഷൻ ഓഫ് സോഡിയം ഇതിന് ടോളറേറ്റ് ചെയ്യാൻ പറ്റും. മാത്രമല്ല കമ്പാർട്ട്മെൻറ്റലൈസേഷനെ പറ്റി നമ്മൾ കണ്ടായിരുന്നു. കമ്പാർട്ട്മെൻറ്റലൈസേഷൻ എന്താണ്? വാക്യൂളിലോട്ട് ഈ സോഡിയം പോലുള്ള ഫാക്ടേഴ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിനാണ് കമ്പാർട്ട്മെൻറ്റലൈസേഷൻ എന്ന് പറയുന്നത്. ഈ പറയുന്ന ഹാലോഫൈറ്റ് അല്ലെങ്കിൽ ഹൈ സലൈനിറ്റിക്ക് അഡാപ്റ്റഡ് ആയിട്ടുള്ള പ്ലാന്റുകൾ ഈ കമ്പാർട്ട്മെൻറ്റലൈസേഷൻ്റെ കേപ്പബിലിറ്റിയും കൂടുതലാണ്. ഗ്ലൈക്കോഫൈറ്റ് ചെയ്യുന്നതിനും കൂടുതൽ എഫക്റ്റീവായിട്ട് അല്ലെങ്കിൽ എഫിഷ്യൻ്റായിട്ട് സോഡിയത്തിൻ്റെ കമ്പാർട്ട്മെൻറ്റലൈസേഷൻ ചെയ്യാൻ ഹാലോഫൈറ്റിന് പറ്റുന്നു. അതുമാത്രമല്ല ഈ ഗ്ലൈക്കോഫൈറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഹാലോഫൈറ്റുകൾക്ക് ഈ സോഡിയം പോലെയുള്ള അല്ലെങ്കിൽ സോഡിയം കാഡ്മിയം അങ്ങനെയുള്ള ഹെവി മെറ്റലുകളുടെ അബ്സോർഷനെ റെസിസ്റ്റ് ചെയ്യാൻ കൂടുതൽ കേപ്പബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഹാലോഫൈറ്റുകൾ ഇങ്ങനെയുള്ള ഹെവി മെറ്റൽ അങ്ങനെ അല്ലെങ്കിൽ സലൈനിറ്റി കൂടുതലുള്ള സ്ഥലത്ത് വളരാൻ അഡാപ്റ്റഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണ്. ഇനി വേറെ ഒരു എക്സ്ട്രീമായിട്ടുള്ള അഡാപ്റ്റേഷൻ എന്താണെന്നുണ്ടെങ്കിൽ ഹൈപ്പർ അക്യുമുലേഷൻ. എന്താണ് ഹൈപ്പർ അക്യുമുലേഷൻ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹെവി മെറ്റൽസ് ഹൈ കോൺസെൻട്രേഷനിൽ അക്യുമുലേറ്റ് ചെയ്താൽ പോലും വലിയ പ്രശ്നമില്ലാതെ വളരാൻ ഈ പ്ലാന്റുകൾക്ക് പറ്റുന്നു. അപ്പോൾ ആഴ്സനിക്, നിക്കൽ, കാഡ്മിയം, സിങ്ക്, സെലീനിയം ഒക്കെ പോലെയുള്ള ഹെവി മെറ്റലുകൾ ഹൈ കോൺസെൻട്രേഷനിൽ പ്ലാന്റ് ടിഷ്യൂവിൽ സ്റ്റോർ ചെയ്യുകയും എന്നാൽ വലിയ കുഴപ്പമില്ലാതെ വളരാനും പറ്റുന്നു. അതാണ് ഹൈപ്പർ അക്യുമുലേഷൻ. അവർ പറഞ്ഞേക്കുന്നത് ഒരു അപ് ടു 1% ഓഫ് ദ ഷൂട്ട് ഡ്രൈ വെയ്റ്റ്, ഷൂട്ടിൻ്റെ ഡ്രൈ വെയ്റ്റിൻ്റെ 1% വരെ പലപ്പോഴും ഈ ഹൈപ്പർ അക്യുമുലേഷൻ നടന്ന പ്ലാന്റുകളിൽ ഹെവി മെറ്റൽ കാണാം. ഈ പറയുന്ന 1% ഓഫ് ദ ഷൂട്ട് ഡ്രൈ വെയ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ഗ്രാം ബോഡി വെയ്റ്റിൽ 10 മില്ലിഗ്രാം ഹെവി മെറ്റൽ കാണാം. ഇത് ഈ 10 മില്ലിഗ്രാം എന്ന് പറയുമ്പോൾ വളരെ കുറച്ചല്ല. ഈ പറയുന്ന ഈ ഹെവി മെറ്റൽസിൻ്റെ ടോക്സിസിറ്റി ആയിട്ട് വെച്ച് നോക്കുമ്പോൾ അത് ഹൈ കോൺസെൻട്രേഷൻ ആണ്. അപ്പോൾ 10 മില്ലിഗ്രാം പെർ 1 ഗ്രാം ഓഫ് ബോഡി വെയ്റ്റ്, അത്രമാത്രം ക്വാണ്ടിറ്റി ഓഫ് ഹെവി മെറ്റൽസ് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അതിനെയാണ് ഹൈപ്പർ അക്യുമുലേഷൻ എന്ന് പറയുന്നത്. പക്ഷേ എല്ലാ ഹാലോഫൈറ്റുകൾക്കും ഹൈപ്പർ അക്യുമുലേഷൻ്റെ കേപ്പബിലിറ്റി ഇല്ല. ചുരുക്കം ചില ഹാലോഫൈറ്റുകൾക്ക് മാത്രമേ ഈ ഹൈപ്പർ അക്യുമുലേഷന് കേപ്പബിലിറ്റി ഉള്ളൂ. പിന്നെ ഈ പറയുന്ന ഹെവി ആയിട്ട് ഹെവി മെറ്റൽസ് ഉള്ള സോയിലിൽ വളരുന്ന പ്ലാന്റുകൾ എംപ്ലോയ് ചെയ്യുന്ന മറ്റൊരു മെക്കാനിസമാണ് കീലേഷൻ. അപ്പോൾ എന്താണ് കീലേഷൻ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹെവി മെറ്റലുമായിട്ട് പ്ലാന്റിലുള്ള അല്ലെങ്കിൽ സെല്ലിലുള്ള ചില ബയോമോളിക്യൂൾസ് അറ്റാച്ച്ഡ് ആകുന്നു. അറ്റാച്ച്ഡ് ആകുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അയോണുമായിട്ട് 2 കണക്ഷൻസ് കീലേറ്റിംഗ് ഏജൻറ്റ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഒരു അയോണുമായിട്ട് ഇപ്പോൾ ഒരു സോഡിയം ആയിക്കോട്ടെ അല്ലെങ്കിൽ മെഗ്നീഷ്യം അല്ല സോഡിയം ആയിക്കോട്ടെ അല്ലെങ്കിൽ ആഴ്സനിക് ആയിക്കോട്ടെ, അങ്ങനെയുള്ള ഒരു അയോണുമായിട്ട് 2 ആറ്റംസ് അറ്റാച്ച്ഡ് ആകുന്നു അറ്റ് എ ടൈം. അപ്പോൾ ഈ 2 ആറ്റംസ് ആരാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? കീലേറ്റിംഗ് ഏജൻ്റാണ്. അപ്പോൾ അങ്ങനെ അറ്റാച്ച്ഡ് ആകുമ്പോൾ ഈ ഹെവി മെറ്റൽ കീലേറ്റിംഗ് ഏജൻറ്റുമായിട്ട് അറ്റാച്ച്ഡ് ആകുന്നു. അങ്ങനെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള കണ്ടീഷനിൽ കീലേറ്റിംഗ് ഏജൻറ്റിൻ്റെ അതിൻ്റെ ടോക്സിക് എഫക്റ്റ് ഇല്ല. അപ്പം നോക്കിയ കീലേഷൻ എന്ന് പറയുന്ന ഡെഫിനിഷൻ ബൈൻഡിങ് ഓഫ് അയോൺ വിത്ത് 2 ലൈഗേറ്റിംഗ് ആറ്റം. ഈ 2 ലൈഗേറ്റിംഗ് ആറ്റം പ്രൊവൈഡ് ചെയ്യുന്നവരാണ് കീലേറ്റിംഗ് ഏജൻ്റാണ്. അപ്പോൾ ഈ കീലേറ്റിംഗ് ഏജൻറ്റിലെ 2 ആറ്റങ്ങളുമായിട്ട് ഈ പറയുന്ന ഹെവി മെറ്റൽ അറ്റാച്ച്ഡ് ആകുന്നു. അങ്ങനെ ഹെവി മെറ്റലിൻ്റെ ടോക്സിറ്റി ഇല്ലാണ്ടാകുന്നു. അപ്പോൾ കീലേറ്റിംഗ് മോളിക്യൂൾസിന് ഈ ആറ്റം ഫോർ ലൈഗേഷൻ നമ്മൾ പറഞ്ഞായിരുന്നു, ഈ ഹെവി മെറ്റൽസ് 2 ആറ്റമായിട്ട് ലൈഗേറ്റ് ആകുന്നു. അപ്പോൾ പല കീലേറ്റിംഗ് ഏജൻറ്റ് പല ആറ്റമാണ് ലൈഗേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. സൾഫർ ആകാം, നൈട്രജൻ ആകാം, ഓക്സിജൻ ആകാം. അപ്പോൾ കീലേറ്റിംഗ് ഏജൻറ്റിലുള്ള സൾഫർ, നൈട്രജൻ, ഓക്സിജൻ പോലെയുള്ള ആറ്റംസുമായിട്ട് നമ്മുടെ ഹെവി മെറ്റൽ അറ്റാച്ച്ഡ് ആകുന്നു. ഹെവി മെറ്റൽ
സിംഗിൾ അറ്റാച്ച്മെൻ്റ് അല്ല, 2 ആറ്റവുമായിട്ട് അറ്റ് എ ടൈം നമ്മുടെ ഹെവി മെറ്റൽ അറ്റാച്ച്ഡ് ആകുന്നു. അതുവഴി കീലേറ്റിംഗ് ഏജ് അതുവഴി ഹെവി മെറ്റലിൻ്റെ ടോക്സിസിറ്റി പ്ലാന്റിൽ ഇല്ലാണ്ടാകുന്നു. എന്നിട്ട് ഇങ്ങനെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള കീലേറ്റിംഗ് ഏജൻറ്റുമായിട്ട് അല്ലെങ്കിൽ കീലേറ്റഡ് കണ്ടീഷനിൽ ഹെവി മെറ്റൽസ് ഷൂട്ടിലോട്ടോ ഒക്കെ ട്രാൻസ്പോർട്ടർ ആകുന്നു. എന്തൊക്കെയാണെങ്കിലും ഇതിൻ്റെ ടോക്സിക് എഫക്റ്റ് ഇല്ലാണ്ടാകുന്നു. ഇനി അടുത്ത ഒരു ഫൈറ്റോ കീലേറ്റിൻ എന്ന് പറഞ്ഞാൽ കീലേറ്റിംഗ് ഏജൻ്റാണ്. ലോ മോളിക്കുലാർ വെയ്റ്റ് തയോൾ കണ്ടെയ്നിങ് കീലേറ്റിംഗ് ഏജൻ്റാണ്. തയോൾ SH ഗ്രൂപ്പ് കണ്ടെയ്നിങ് കീലേറ്റിംഗ് ഏജൻറ്റ്, അതാണ് ഫൈറ്റോ കീലേറ്റിൻ. ലോ മോളിക്കുലാർ വെയ്റ്റ് തയോൾ കണ്ടെയ്നിങ് കീലേറ്റിംഗ് ഏജൻറ്റ്. തയോൾ എന്ന് പറഞ്ഞാൽ SH ഗ്രൂപ്പാണ്. അപ്പോൾ അവരുടെ ഒരു ജനറൽ ക്യാരക്ടർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോട്ടീനാണ്. ആ പ്രോട്ടീൻ ജനറൽ ക്യാരക്ടർ 2 ഗാമ ഗ്ലൂട്ടാമിൻ ഒരു ഗാമ ഗ്ലൂട്ടാമിൻ ഒരു സിസ്റ്റിൻ, ഇതൊരു യൂണിറ്റാണ്. ഇതുപോലെ നമ്പർ ഓഫ് യൂണിറ്റുകളാണ്. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്യും. ഗാമ ഗ്ലൂട്ടാമിൻ സിസ്റ്റമിൻ അങ്ങനെ പല പ്രാവശ്യം അത് എന്ന് കൊടുത്തേക്കുന്നത്. അതിന് ശേഷം എന്താണ് ഒരു ഗ്ലൈസിൻ. അപ്പോൾ ഇവിടെ സിസ്റ്റിൻ എന്ന് പറയുന്ന അമിനോ ആസിഡിൽ SH ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ 2 കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഇവിടെ എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ 2 എന്നുള്ള യൂണിറ്റ് ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യും. ഈ സിസ്റ്റിൻ്റെ SH എന്ന് പറയുന്ന തയോൾ ഗ്രൂപ്പുമായിട്ട് അപ്പോൾ എന്തായിരിക്കും ഇവിടെ ഒരു യൂണിറ്റിൽ ഒരു സിസ്റ്റം ഉണ്ട്, അടുത്ത യൂണിറ്റിൽ അടുത്ത സിസ്റ്റം ഉണ്ട്. ഈ തയോൾ ഗ്രൂപ്പ് SH ഗ്രൂപ്പുമായിട്ട് നമ്മുടെ ഹെവി മെറ്റൽ അറ്റാച്ച്ഡ് ആകുന്നു. അപ്പോൾ ഇതാണ് ഫൈറ്റോ കീലേറ്റിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഫൈറ്റോ കീലേറ്റിനൊക്കെ ഉപയോഗിച്ച് ഫൈറ്റോ കീലേറ്റിനുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ട് ഈ ഹെവി മെറ്റൽസിൻ്റെ ടോക്സിസിറ്റി ഇല്ലാണ്ടാകുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഹെവി മെറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള സ്ട്രെസ്സ് ഒഴിവാക്കാൻ വേണ്ടി പ്ലാന്റ് എംപ്ലോയ് ചെയ്യുന്ന കാര്യങ്ങൾ. അടുത്തൊരു സ്ട്രെസ്സ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്ട്രീം ലോ ടെമ്പറേച്ചർ അല്ലെങ്കിൽ എക്സ്ട്രീം ലോ ടെമ്പറേച്ചറിനെ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പ്ലാന്റ് എംപ്ലോയ് ചെയ്യുന്ന മെക്കാനിസമാണ് സൂപ്പർ കൂളിംഗ്. അപ്പോൾ സൂപ്പർ കൂളിംഗ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റാപ്പിഡ് ഫ്രീസിങ് നടക്കുമെന്ന് വെച്ചോ. പെട്ടെന്ന് സഡനായിട്ട് എക്സ്ട്രീം ലോ ടെമ്പറേച്ചറിലോട്ട് പോവുകയാണെങ്കിൽ ഈ പ്രോട്ടോപ്ലാസം അല്ലെങ്കിൽ വാക്യൂൾ പോലെയുള്ള സെല്ലിൻ്റെ ഇൻറ്റേർണലിലുള്ള അക്വസ് ആയിട്ടുള്ള റീജിയൻ അത് ഐസ് ആയി മാറത്തില്ല. ഈ ലോ ടെമ്പറേച്ചറിൽ എക്സ്ട്രീം ലോ ടെമ്പറേച്ചർ പോലും അത് അതിൻ്റെ ഒരു ലിക്വിഡ് നേച്ചർ നിലനിർത്തുന്നു. അതിനെയാണ് സൂപ്പർ കൂളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സൂപ്പർ കൂളിംഗ് എങ്ങനെ നടക്കുന്നുള്ളത് നമുക്ക് പിന്നെ പറയാം. അപ്പോൾ എന്താണ് ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സാധാരണഗതിയിൽ ഈ ഐസ് ഫോമേഷൻ നടക്കുന്ന ടെമ്പറേച്ചർ അല്ലെങ്കിൽ അതിൽ താഴോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഈ പ്രോട്ടോപ്ലാസം അല്ലെങ്കിൽ വാക്യൂൾ ഫ്രീസ് ആയിട്ട് ഐസ് ക്രിസ്റ്റൽ ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ സെല്ലിൻ്റെ മൊത്തം കാര്യങ്ങളും പ്രശ്നത്തിലോട്ട് പോകും, അല്ലെങ്കിൽ പ്ലാന്റ് ഡെഡായി പോകും. അപ്പം അങ്ങനെ നടക്കാതിരിക്കുന്നതിൽ നിന്നും പ്ലാന്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു മെക്കാനിസമാണ് സൂപ്പർ കൂളിംഗ്. അപ്പോൾ പലപ്പോഴും ഇത് എക്സ്ട്രീം ലോ ടെമ്പറേച്ചറുള്ള രാജ്യങ്ങളിലുള്ള പ്ലാന്റുകൾ, അതായത് US കാനഡ പോലെയുള്ള -35 ആ ഒരു ലെവലിലോട്ട് വരെയൊക്കെ -35 to 40 ഒക്കെ വരെ പോകുന്ന ആ ഒരു രാജ്യങ്ങളിലുള്ള പ്ലാന്റുകളെ സംബന്ധിച്ചാണ് ഈ സൂപ്പർ കൂളിംഗ് ബെനിഫിഷ്യൽ ആയിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഇതിൻ്റെ ലിമിറ്റുണ്ട്. ഒരു -40 വരെയൊക്കെ ഇതിന് എഫക്റ്റ് ഉള്ളൂ. -40 താഴോട്ട് പോയി കഴിഞ്ഞാൽ എന്തായാലും ഇത് പ്ലാന്റിൽ ഡാമേജ് ഉണ്ടാക്കും. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ചില പ്രോട്ടീനുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു പ്ലാന്റ്, ആൻറ്റി ഫ്രീസ് പ്രോട്ടീൻ എന്ന് പറയുന്നു. ഈ ആൻറ്റി ഫ്രീസ് പ്രോട്ടീനുകൾ ഐസ് ക്രിസ്റ്റൽ ഫോർമേഷനെ പ്രിവെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്താണ് ഐസ് ക്രിസ്റ്റൽ ഫോർമേഷൻ? ഇപ്പോൾ ഈ ഐസ് ഫോർമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനീഷ്യലി കുറച്ച് ക്രിസ്റ്റൽ ഫോം ചെയ്യും, അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ക്രിസ്റ്റൽ ഇങ്ങനെ എല്ലാവരും ചെയ്താണ് ഫൈനലി ഐസ് ആകുന്നത്. അങ്ങനെ മാത്രമേ ഐസ് ആകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഐസ് ക്രിസ്റ്റൽ ഫോർമേഷൻ പ്രിവെൻറ്റ് ചെയ്യുവാണെങ്കിൽ ഐസ് ആകുന്ന ടെമ്പറേച്ചറിൽ പോലും ഐസ് ക്രിസ്റ്റൽ ഫോർമേഷൻ പ്രിവെൻറ്റ് ചെയ്യുകയാണെങ്കിൽ പ്രോട്ടോപ്ലാസം ഐസായിട്ട് മാറത്തില്ല. അപ്പോൾ അങ്ങനെ ഐസ് ക്രിസ്റ്റൽ ഫോർമേഷനെ പ്രിവെൻറ്റ് ചെയ്യുന്ന പ്രോട്ടീനുകളാണ് ആൻറ്റി ഫ്രീസ് പ്രോട്ടീൻ. അപ്പോൾ ഈ പറയുന്ന ഒരുപാട് സബ്സീറോ ടെമ്പറേച്ചറിലോട്ട് പോകുന്ന ആ ഒരു ടെമ്പറേച്ചറിലുള്ള സ്ഥലങ്ങളിൽ കാണപ്പെടുന്ന പ്ലാന്റുകളെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള ആൻറ്റി ഫ്രീസ് പ്രോട്ടീനുകൾ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെയുള്ള പ്രോട്ടീനുകൾ ഐസ് ക്രിസ്റ്റൽ ഫോർമേഷൻ പ്രിവെൻറ്റ് ചെയ്യുന്നത് വഴി ഈ ടിഷ്യൂ ഡാമേജ് അല്ലെങ്കിൽ സെൽ ഡാമേജിനെ പ്രിവെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ ശരിക്കും പറയാൻ എന്താ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പ്രോട്ടീനുകൾ ഐസ് ക്രിസ്റ്റലിൻ്റെ സർഫസിൽ പോയിട്ട് ബൈൻഡ് ചെയ്യുന്നു. അപ്പോൾ ഈ ഫർദർ എൻലാർജ്മെൻറ്റ് ഓഫ് ഐസ് ക്രിസ്റ്റൽ പ്രിവെൻറ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് ഈ പറയുന്ന
ആൻറ്റിഫ്രീസ് പ്രോട്ടീനുകൾ ഐസ് ഫോർമേഷൻ പ്രിവെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ ഈ ഡിസോൾഡ് അയോണുകൾ ഫ്രീസിംഗ് പോയിന്റ് കുറയ്ക്കാറുണ്ട്. നോർമൽ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് വാട്ടറിലേക്കും ഒരുപാട് താഴോട്ട് കൊണ്ടുപോകാൻ പറ്റും ഈ പറയുന്ന ഡിസോൾഡ് ആയിട്ടുള്ള അയോണുകൾക്ക് ഈ ഫ്രീസിംഗ് പോയിന്റ് കുറയ്ക്കാൻ പറ്റും. പക്ഷെ അതിനൊരു പരിധിയുണ്ട്. അങ്ങനെ അല്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ആൻറ്റിഫ്രീസ് പ്രോട്ടീൻ വർക്ക് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസോൾഡ് ന്യൂട്രിയൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫാക്ടർ ഡിസോൾഡ് ആയിട്ടുള്ള സൊല്യൂട്ടിൻ്റെ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ ഫ്രീസിംഗ് പോയിന്റ് താഴാറുണ്ട്. പക്ഷേ ആ മെക്കാനിസത്തിന് ഇത്രയും താഴ്ന്ന ടെമ്പറേച്ചറിൽ ഐസ് ഫോർമേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് മെക്കാനിസം. എന്താണ് ആ മെക്കാനിസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐസ് ക്രിസ്റ്റലിൻ്റെ സർഫസിൽ പോയിട്ട് ആൻറ്റിഫ്രീസ് പ്രോട്ടീനുകൾ ബൈൻഡ് ചെയ്യുകയും അതുവഴി ഐസ് ക്രിസ്റ്റൽ ഫോർമേഷനെ ഇല്ലാണ്ടാക്കുന്നു. അത് അങ്ങനെയാണ് ആൻറ്റിഫ്രീസ് പ്രോട്ടീനുകൾ സൂപ്പർ കൂളിങ്ങിൻ്റെ സമയത്ത് സെല്ലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. അപ്പം ചില ഷുഗേഴ്സ്, പോളിസാക്രൈഡ്, ഓസ്മോ പ്രൊട്ടക്റ്റീവ് സൊല്യൂട്ട്സ്, ഡിഹൈഡ്രിൻ, ഇതിനൊക്കെ എന്താണ് ഇങ്ങനെയുള്ള ക്രയോ പ്രൊട്ടക്റ്റീവ് എഫക്റ്റ് ഉണ്ട്. അടുത്ത് നമ്മൾ പറയാൻ പോകുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലാന്റ് ഹോർമോൺ അബ്സിസിക് ആസിഡ് സ്ട്രെസ്സിൻ്റെ സമയത്ത് എന്ത് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം ഓൾമോസ്റ്റ് എല്ലാ സ്ട്രെസ്ഫുൾ കണ്ടീഷനിലും ഒരു കോമൺ ആയിട്ടുള്ള ഫാക്ടർ എന്താണെന്നുണ്ടെങ്കിൽ വാട്ടറിൻ്റെ സ്കേഴ്സിറ്റിയാണ്. അത് ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി ഒട്ടുമിക്ക സ്ട്രെസ്സുകളും ഈ പറയുന്ന വാട്ടർ സ്കേഴ്സിറ്റി കാരണമാകുന്നു. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റൊമാറ്റ ക്ലോഷറാണ്. അപ്പോൾ സ്റ്റൊമാറ്റ എങ്ങനെ ക്ലോസ് ആകുന്നു? അത് മെയിനായിട്ടും ഈ സ്റ്റൊമാറ്റയുടെ ക്ലോഷറിൽ ഇൻവോൾവ് ആയിട്ടുള്ള പ്ലാന്റ് ഹോർമോൺ അബ്സിസിക് ആസിഡാണ്. അപ്പോൾ വാട്ടർ സ്ട്രെസ്സിൻ്റെ സമയത്ത് ഇൻക്രീസ് ഇൻ അബ്സിസിക് ആസിഡ് ഉണ്ടാകും. അബ്സിസിക് ആസിഡിൻ്റെ കോൺസെൻട്രേഷൻ കൂടും. ഇതെന്തിന് കാരണമാകും? സ്റ്റൊമാറ്റ ക്ലോഷറിന് കാരണമാകും. അപ്പോൾ അതിൻ്റെ മെക്കാനിസമാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പം ഈ സ്റ്റൊമാറ്റ ക്ലോഷറിന് കാരണമാകുന്ന മെയിനായിട്ടുള്ള ഫാക്ടർ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റൊമാറ്റ എന്ന് പറയുമ്പോൾ നമുക്ക് സ്റ്റൊമാറ്റയുടെ ഗാർഡ് സെല്ല് ഇത് ഓപ്പൺ കൺഫർമേഷനാണ്. ഇത് ടർജിഡ് പ്രഷർ ഉള്ളപ്പോഴാണ് ഈ സെൻറ്ററിലെ ഈ റീജിയൻ ഓപ്പൺ ആയിട്ടിരിക്കത്തുള്ളൂ. ഇതിലൂടെയാണ് വാട്ടർ ലോസ് നടക്കുന്നത്. അപ്പോൾ ടർജിഡ് പ്രഷർ ഓഫ് ദ ഗാർഡ് സെല്ല് കുറയുമ്പോൾ അല്ലെങ്കിൽ ഇൻസൈഡ് വാട്ടർ കണ്ടൻറ്റ് കുറയുമ്പോൾ ആക്ച്വലി എന്ത് സംഭവിക്കുന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന സ്റ്റൊമാറ്റ ക്ലോസ്ഡ് കൺഫർമേഷനോട്ട് പോകുന്നു. അപ്പോൾ ടർജിഡ് പ്രഷർ ഉള്ളപ്പോൾ ഓപ്പൺ കൺഫർമേഷൻ, ടർജിഡ് പ്രഷർ കുറയുമ്പോൾ ക്ലോസ്ഡ് കൺഫർമേഷൻ. അപ്പോൾ എന്താണ് ടർജിഡ് പ്രഷർ കാരണമാകുന്നത്? ടർജിഡ് പ്രഷർ ഉണ്ടാക്കുന്നത് എന്തായാലും വാട്ടറിൻ്റെ ഇൻടേക്കാണ്. വാട്ടറിൻ്റെ ഇൻടേക്ക് എന്ന് പറയുമ്പോൾ സ്റ്റൊമാറ്റയുടെ ഗാർഡ് സെല്ലിൽ അയോണിക് കോൺസെൻട്രേഷൻ കൂടുമ്പോൾ അയോണിക് കോൺസെൻട്രേഷന് അനുസരിച്ച് വാട്ടർ ഇൻടേക്ക് നടക്കും. അപ്പോൾ നമ്മൾ ഈ സ്റ്റൊമാറ്റയുടെ ഓപ്പണിംഗ് നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. എങ്കിലും ഒന്നുകൂടെ പറയുകയാണ്, അയോണിക് കോൺസെൻട്രേഷൻ കൂടുമ്പോൾ, അപ്പോൾ ഈ ടർജിഡ് പ്രഷറുള്ള ഈ ഓപ്പൺ കൺഫർമേഷൻ അയോണിക് കോൺസെൻട്രേഷൻ കൂടുതലുള്ളപ്പോഴാണ്. ഇവിടെ എന്താണ്? അയോണിക് കോൺസെൻട്രേഷൻ കുറവുള്ളപ്പോഴാണ്. അയോണിക് കോൺസെൻട്രേഷൻ കൂടുതലുള്ളപ്പോൾ കൂടുതൽ വാട്ടറിൻ്റെ ഇൻടേക്ക്, അതുവഴി ടർജിഡ് പ്രഷർ ഡെവലപ്പ് ചെയ്യുന്നു, സ്റ്റൊമാറ്റ ഓപ്പൺ ആയിട്ടിരിക്കുന്നു. ഇവിടെ അയോണിക് കോൺസെൻട്രേഷൻ കുറയുമ്പോൾ വാട്ടർ കുറയുന്നു, അപ്പോൾ സ്റ്റൊമാറ്റ ക്ലോസ് ആകുന്നു. അപ്പോൾ ഏത് അയോണുകളുടെ എഫ്ലക്സ് വെളിയിലോട്ടുള്ള പോക്കാണ് ഈ പറയുന്ന ടർജിഡ് പ്രഷറിൻ്റെ റിഡക്ഷന് കാരണമാകുന്നത്? ശരിക്കും പറഞ്ഞാൽ സ്റ്റൊമാറ്റ ക്ലോസിൻ്റെ സമയത്ത് മാസീവ് എഫ്ലക്സ് ഓഫ് പൊട്ടാസ്യം ആൻഡ് ആനയോൺ ലൈക്ക് ക്ലോറിൻ. അപ്പോൾ പൊട്ടാസ്യവും K+ അല്ലെങ്കിൽ Cl- പോലെയുള്ള ആനയോൺ ആയിട്ടുള്ള Cl- അല്ലെങ്കിൽ പൊട്ടാസ്യത്തിൻ്റെ ഔട്ട്ഫ്ലോ എഫ്ലക്സ് ഉണ്ടാകുന്നു. അപ്പോൾ ഇതിൻ്റെ റിസൾട്ടാണ്. അതുവഴി എന്തായിരുന്നു? ടർജിഡ് പ്രഷറിൽ ഡിക്രീസ് ഉണ്ടാകുന്നു. ഇതാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റൊമാറ്റ ക്ലോസറിൻ്റെ കേസിൽ സംഭവിക്കുന്ന കാര്യം. അപ്പം സ്റ്റൊമാറ്റ ക്ലോസ് ചെയ്യുമ്പോൾ ഇതിന് മുന്നേ ആയിട്ട് സ്റ്റൊമാറ്റയുടെ ഗാർഡ് സെല്ലിൽ നിന്നും പൊട്ടാസ്യത്തിൻ്റെ ഔട്ട്ഫ്ലോ അല്ലെങ്കിൽ ക്ലോറിൻ Cl- പോലെയുള്ള ആനയോണുകളുടെ ഔട്ട്ഫ്ലോ, അതുവഴി ടർജിഡ് പ്രഷർ റിഡക്ഷൻ ഉണ്ടാകുന്നു. പക്ഷേ ഇത് ഡയറക്റ്റ് അല്ല. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഇതിനിടയ്ക്ക് സംഭവിക്കുന്നുണ്ട്. ആ കാര്യങ്ങളെല്ലാമാണ് നമ്മൾ നോക്കുന്നത്. അപ്പം അബ്സിസിക് ആസിഡിൻ്റെ ഇമ്മീഡിയറ്റ് എഫക്റ്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് കാൽസ്യമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അബ്സിസിക് ആസിഡ് ഡിപ്പെൻഡൻറ്റ് മാനറിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ സ്റ്റൊമാറ്റയുടെ ഗാർഡ് സെല്ലിൽ സംഭവിക്കുന്ന കാര്യം ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് കാൽസ്യം. നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു, കാൽസ്യം ഒരുപാട് പാത്വേസിൻ്റെ ആക്ടിവേറ്റഡ് ആണ്. അപ്പോൾ സ്ട്രെസ് ഡിപ്പെൻഡൻറ്റ് പാത്വേയുടെ ഒക്കെ ആണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ സ്ട്രെസ് ഡിപ്പെൻഡൻറ്റ് പാത്വേയിലും കാൽസ്യൻ്റെ ഇൻവോൾവ്മെൻറ്റ്. എന്തായാലും അബ്സിസിക് ആസിഡ് ഡിപ്പെൻഡൻറ്റ് മാനറിൽ ഇൻക്രീസ് ഇൻ കാൽസ്യം കോൺസെൻട്രേഷൻ ഒരു 50 to 350 നാനോമോളാർ എന്നുള്ള കോൺസെൻട്രേഷനിലും 1100 നാനോമോളാർ അത്രയും കോൺസെൻട്രേഷൻ കൂടുന്നു അബ്സിസിക് ആസിഡിൻ്റെ പ്രസൻസിൽ
കാൽസ്യത്തിൻ്റെ കോൺസെൻട്രേഷൻ. നമ്മളിവിടെ പൊട്ടാസ്യത്തിനെയും ക്ലോറിനെയൊക്കെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. എന്നിട്ട് ഇപ്പോൾ എന്താണ് ആക്ച്വലി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എന്ത് സംഭവിക്കുന്നു? അബ്സിസിക് ആസിഡിൻ്റെ പ്രസൻസിൽ കാൽസ്യം കോൺസെൻട്രേഷൻ ഒരു 50 to 350 നാനോ മോളാർ ആണ് നോർമൽ കോൺസെൻട്രേഷനെങ്കിൽ അതിൽ നിന്നും 1100 നാനോ മോളാറിലേക്ക് കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുന്നു. അത് ഒന്നാമത്തെ കാര്യം. അപ്പോൾ ഈ പറയുന്ന കാൽസ്യത്തിൻ്റെ കോൺസെൻട്രേഷൻ ഉണ്ടാകുന്ന ഇൻക്രീസ് കാൽസ്യം ഇൻഡ്യൂസ്ഡ് മാനറിൽ അല്ലെങ്കിൽ കാൽസ്യം ഡിപ്പെൻഡൻറ്റ് മാനറിൽ ചില ആനയോൺ ചാനൽ, അപ്പോൾ ഇതൊരു ഗാഡ് സെല്ലായിട്ട് കണക്കാക്കുകയാണെങ്കിൽ ഗാഡ് സെല്ലിൽ ഇമീഡിയറ്റ് ആയിട്ട് അബ്സിസിക് ആസിഡ് ഉണ്ടാകുന്നു. അബ്സിസിക് ആസിഡ് ഡിപ്പെൻഡൻറ്റ് മാനറിൽ കാൽസ്യത്തിന് ഇൻക്രീസ് ഉണ്ടാകുന്നു. ഇനി കാൽസ്യം ഡിപ്പെൻഡൻറ്റ് മാനറിൽ ആനയോൺ ചാനലുകൾ ഓപ്പൺ ആകുന്നു. ആനയോൺ ചാനൽ എന്ന് പറയുമ്പോൾ Cl- പോലെയുള്ള ആനയോണുകളുടെ ഔട്ട്ഫ്ലോ, Cl-, അതുപോലെ Mal2- അങ്ങനെയുള്ള നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സിൻ്റെ ഔട്ട്ഫ്ലോ. അപ്പം അബ്സിസിക് ആസിഡ് ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് കാൽസ്യം ഡിപ്പെൻഡൻറ്റ് മാനറിൽ ആനയോൺ ചാനലുകളുടെ ഓപ്പണിംഗ്. ഇതെന്താണ്? Cl- അല്ലെങ്കിൽ Mal2- പോലെയുള്ള നെഗറ്റീവ്ലി ചാർജ്ഡ് അയോണുകളുടെ ഔട്ട്ഫ്ലോയ്ക്ക് കാരണമാകുന്നു. നെഗറ്റീവ്ലി ചാർജ്ഡ് അയോണുകൾ. അപ്പോൾ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആനയോണുകളുടെ ഔട്ട്ഫ്ലോ എന്ന് പറഞ്ഞാൽ സെല്ലിൻ്റെ ഇൻസൈഡ് നെഗറ്റീവ് ചാർജ് കുറയ്ക്കും. കാരണം നെഗറ്റീവ് ചാർജ് എവിടുന്നാണ് പോകുന്നത്? സെല്ലിനകത്തു നിന്നാണ് നെഗറ്റീവ് ചാർജ് വെളിയിലോട്ട് പോകുന്നത്. അപ്പോൾ ഔട്ട്ഫ്ലോ ഓഫ് നെഗറ്റീവ് ചാർജ് റിസൾട്ട്സ് ഇൻ റിഡക്ഷൻ ഓഫ് നെഗറ്റീവ് ചാർജ് ഇൻസൈഡ് സെൽ. അപ്പോൾ എന്തായിരിക്കും? നെഗറ്റീവ് ചാർജ് കുറച്ചു. അപ്പോൾ സാധാരണ നിങ്ങൾ കേട്ടിട്ടെങ്കിലും ഉണ്ടായിരിക്കും, നോർമലി സെല്ലുകളിൽ ഇൻസൈഡ് ഒരു -70 ആണ്. എന്താണ്? നെഗറ്റീവ് ചാർജാണ്. ഇൻസൈഡ് നെഗറ്റീവ് ചാർജും ഔട്ട്സൈഡ് പോസിറ്റീവ് ആണ്. അപ്പോൾ ഇൻസൈഡ് നെഗറ്റീവും ഔട്ട്സൈഡ് പോസിറ്റീവും ആയിരിക്കുന്ന കണ്ടീഷനെ പറയുന്ന പേരാണ് ഹൈപ്പർ പോളറൈസ് സ്റ്റേറ്റ്. അതായത് പോളറൈസ് സ്റ്റേറ്റ്, ഒരു സ്ഥലത്ത് അകത്ത് നെഗറ്റീവ് ചാർജ് കൂടുതൽ, വെളിയിൽ പോസിറ്റീവ് ചാർജ് കൂടുതൽ. അപ്പം ഔട്ട്ഫ്ലോ ഓഫ് നെഗറ്റീവ് ചാർജ് എങ്ങോട്ട്? വെളിയിലോട്ടുള്ള നെഗറ്റീവ് ചാർജുകളുടെ പോക്ക്. കാരണം ക്ലോറിനും അല്ലെങ്കിൽ Mal2- പോലുള്ള ആനയോണുകളുടെ ഔട്ട്ഫ്ലോ എന്തിന് കാരണമാകുന്നു? ഡീപോളറൈസേഷൻ. പോളറൈസ് സ്റ്റേറ്റിൽ നിന്നും പോളറൈസേഷൻ കുറയ്ക്കുന്നു. കാരണം നെഗറ്റീവ് ചാർജിൻ്റെയും പോസിറ്റീവ് ചാർജിൻ്റെ സെപ്പറേഷൻ നിന്നും നെഗറ്റീവ് ചാർജ് വെളിയിലോട്ട് പോയി. അകത്തെ അക്യുമുലേഷൻ ഓഫ് നെഗറ്റീവ് ചാർജും വെളിയിലുള്ള അക്യുമുലേഷൻ ഓഫ് പോസിറ്റീവ് ചാർജും ആയിരുന്നു ഹൈപ്പർ പോളറൈസേഷൻ അല്ലെങ്കിൽ പോളറൈസ് സ്റ്റേറ്റിന് കാരണമായത്. അപ്പോൾ ഇപ്പോൾ നെഗറ്റീവ് ചാർജ് വെളിയിലോട്ട് പോയപ്പോൾ ഡീപോളറൈസേഷൻ, ഈ പോളറൈസ്ഡ് കണ്ടീഷൻ കുറഞ്ഞു വരികയാണ്, ചാർജ് സെപ്പറേഷൻ കുറയുകയാണ്. അപ്പോൾ ഡീപോളറൈസേഷന് കാരണമാകുന്നു. ഈ ഡീപോളറൈസേഷൻ വോൾട്ടേജ് ഡിഫറൻസ് അക്രോസ് മെംബ്രെയിൻ, അതായത് സെല്ലിൻ്റെ മെംബ്രെയിൻ്റെ ഒരു സൈഡും മറ്റ് സൈഡും തമ്മിലുള്ള വോൾട്ടേജ് ഡിഫറൻസിന് കാരണമാകുന്നു. നോർമൽ എന്താണ്? പോളറൈസ് സ്റ്റേറ്റ് ഉള്ളതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു വോൾട്ടേജിലോട്ട് എത്തിക്കുന്നു ഈ പറയുന്ന Cl-ൻ്റെയും Mal2- പോലെയുള്ള ആനയോണുകളുടെ ഔട്ട്ഫ്ലോ. അപ്പോൾ ഈ വോൾട്ടേജിന്, അപ്പോൾ ഇതാണ് ഡീപോളറൈസേഷൻ എന്ന് പറയുന്നത്. ഈ ഡീപോളറൈസേഷൻ കൊണ്ടുണ്ടാകുന്ന വോൾട്ടേജിന് സെൻസിറ്റീവാണ് പൊട്ടാസ്യം ചാനലുകൾ. അപ്പം Cl-ൻ്റെയും Mal2- ഔട്ട്ഫ്ലോ, വോൾട്ടേജ് ഡിഫറൻസ് അല്ലെങ്കിൽ ഡീപോളറൈസേഷൻ. ആ ഡീപോളറൈസേഷൻ എന്തിന് കാരണമാകുന്നു? ഓപ്പണിംഗ് ഓഫ് പൊട്ടാസ്യം ചാനലിൽ. അപ്പോൾ അകത്തുള്ള പൊട്ടാസ്യം വെളിയിലോട്ട് പോകുന്നു. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് അയോണുകളുടെ ഔട്ട്ഫ്ലോ വഴി അയോണിക് കോൺസെൻട്രേഷൻ ഇൻസൈഡ് ഗാഡ് സെല്ല് കുറയുന്നു. അയോണിക് കോൺസെൻട്രേഷൻ കുറഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? അയോണിക് കോൺസെൻട്രേഷൻ കൂടിക്കഴിഞ്ഞാൽ ഇൻഫ്ലോ ഓഫ് വാട്ടർ ആണ്. അയോണിക് കോൺസെൻട്രേഷൻ കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഔട്ട്ഫ്ലോ ഓഫ് വാട്ടർ. ഈ ഔട്ട്ഫ്ലോ ഓഫ് വാട്ടർ എന്തിന് കാരണമാകുന്നു? റിഡക്ഷൻ ഇൻ ടർജിഡ് പ്രഷർ കുറയുമ്പോൾ ക്ലോഷർ ഓഫ് സ്റ്റൊമാറ്റ. അപ്പോൾ ഇങ്ങനെയാണ് സ്റ്റൊമാറ്റ ക്ലോസ് ആകുന്നത്. നമുക്ക് ഒന്നുകൂടെ നോക്കാം. അബ്സിസിക് ആസിഡ് ഡിപ്പെൻഡൻറ്റ് മാനറിൽ ഗാഡ് സെല്ലിൽ ഇനീഷ്യലി കാൽസ്യത്തിൻ്റെ കോൺസെൻട്രേഷൻ കൂടുന്നു. ഒരു 50 to 350 നാനോ മോളാറിൽ നിന്നും 1100 നാനോ മോളാറിലേക്ക് കാൽസ്യം കോൺസെൻട്രേഷൻ ഇനീഷ്യലി കൂടുന്നു. ഇങ്ങനെ കാൽസ്യം കോൺസെൻട്രേഷൻ കൂടിക്കഴിയുമ്പോൾ കാൽസ്യം ഡിപ്പെൻഡൻറ്റ് മാനറിൽ ചില ആനയോൺ ചാനലുകൾ ഓപ്പൺ ആകുന്നു. അപ്പോൾ ആ ആനയോൺ ചാനലിലൂടെ, അപ്പോൾ ഓപ്പൺ ആകുന്നതിലൂടെ Cl- അല്ലെങ്കിൽ Mal2- പോലെയുള്ള ആനയോണുകളുടെ ഔട്ട്ഫ്ലോ എന്തിന് കാരണമാകുന്നു? ഡീപോളറൈസേഷൻ അല്ലെങ്കിൽ ചാർജ് സെപ്പറേഷൻ കുറയുന്നു. ഇൻസൈഡ് നെഗറ്റീവും ഔട്ട്സൈഡ് പോസിറ്റീവ് ആയിരുന്നു. ഇൻസൈഡ് നെഗറ്റീവ് ചാർജുകൾ പോകുമ്പോൾ എന്താണ്? ഡീപോളറൈസേഷൻ. പോളറൈസ് സ്റ്റേറ്റിൽ നിന്നും ഡീപോളറൈസ് സ്റ്റേറ്റിലോട്ട് പോകുന്നു. ഈ സമയത്തുണ്ടാകുന്ന വോൾട്ടേജ് ഡിഫറൻസ് എന്തിന് കാരണമാകുന്നു? വോൾട്ടേജിന് സെൻസിറ്റീവായ
വോൾട്ടേജ് ഗേറ്റഡ് പൊട്ടാസ്യം ചാനൽ K+ ചാനലുകളുടെ ഓപ്പണിങ്ങിന് കാരണമാകുന്നു. അപ്പോൾ ഈ ചാനൽ ഓപ്പൺ ആകുമ്പോൾ സാധാരണഗതിയിൽ പൊട്ടാസ്യം ഇൻസൈഡ് സെല്ലാണ് കൂടുതൽ. ഈ ചാനൽ ഓപ്പൺ ആകുമ്പോൾ പൊട്ടാസ്യത്തിൻ്റെ ഔട്ട്ഫ്ലോ. അപ്പോൾ ഇതുപോലെയുള്ള അയോണുകളുടെ നഷ്ടം മൂലം എന്താണ് ഓസ്മോട്ടിക് പ്രഷർ അല്ലെങ്കിൽ അയോണിക് കോൺസെൻട്രേഷൻ ഇൻസൈഡ് ഗാർഡ് സെൽ കുറയുന്നു. ഇതെന്തിന് കാരണമാകുന്നു? വാട്ടർ ലോസിന് കാരണമാകുന്നു. ടർജിഡ് പ്രഷർ കുറയുന്നു. ക്ലോഷർ ഓഫ് സ്റ്റൊമാറ്റ. ഇതാണ് അബ്സിസിക് ആസിഡ് ഡിപ്പെൻഡൻറ്റ് മാനറിൽ ക്ലോഷർ ഓഫ് സ്റ്റൊമാറ്റയുടെ പറ്റി പറയാനുള്ളത്. ഇനി നമ്മൾ അഡീഷണലായിട്ട് ഈ അബ്സിസിക് ആസിഡ് ഡിപ്പെൻഡൻറ്റ് മാനറിൽ പ്ലാന്റ് സെല്ലിൽ ഈ സ്ട്രെസ് ഡിപ്പെൻഡൻറ്റ് മാനറിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു എന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ആൽക്കൈലേഷൻ ഓഫ് സൈറ്റോസോൾ. അപ്പോൾ എന്താണ് ആൽക്കൈലേഷൻ ഓഫ് സൈറ്റോസോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈറ്റോസോളിൻ്റെ pH കൂടുന്നു, ആൽക്കൈൽ pHലേക്ക് പോകുന്നു, അല്ലെങ്കിൽ നോർമൽ pH ആയ 7.7 നിന്നും 7.9 pH ഇൻക്രീസ് ചെയ്യുന്നു. അപ്പം ഈ pH ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ട് എന്താണ് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻക്രീസ് ഇൻ pH എന്തിന് കാരണമാകുന്നു? പൊട്ടാസ്യം എഫ്ലക്സ് ചാനൽ, പൊട്ടാസ്യം വെളിയിലോട്ട് കടത്തിവിടുന്ന ചാനലിൻ്റെ ഫർദർ ആക്ടിവേഷൻ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഈ പൊട്ടാസ്യത്തിൻ്റെ ഔട്ട്ഫ്ലോ കൊണ്ടാണ് ടർജിഡ് പ്രഷർ കുറഞ്ഞത്. അപ്പോൾ ആ ഒരു ഔട്ട്ഫ്ലോയ്ക്ക് കാരണമാകുന്ന പൊട്ടാസ്യം എഫ്ലക്സ് ചാനലിൻ്റെ ഫർദർ ആക്ടിവേഷൻ ഈ പറയുന്ന ഇൻക്രീസ് ഇൻ pH അല്ലെങ്കിൽ ആൽക്കൈലേഷൻ കൊണ്ട് നടക്കുന്നു. അപ്പോൾ അബ്സിസിക് ആസിഡ് കാൽസ്യം ഡിപ്പെൻഡൻറ്റ് മാനറിൽ പൊട്ടാസ്യത്തിൻ്റെ ഔട്ട്ഫ്ലോ അവിടെ നടത്തി. അതുകൂടാതെ ഈ pHയിലുണ്ടായ ഇൻക്രീസ് കൊണ്ടും പൊട്ടാസ്യം ചാനലിൻ്റെ ആക്ടിവേഷൻ വഴി എഫ്ലക്സ് ഓഫ് പൊട്ടാസ്യം ഫർദർ എൻഹാൻസ് ചെയ്യുന്നു. അതുകൂടാതെ അബ്സിസിക് ആസിഡ് H+ATPase ഇൻഹിബിറ്റ് ചെയ്യുന്നു. എന്താണ് H+ATPase? സെല്ലിനകത്തു നിന്നും H+നെ വെളിയിലോട്ട് കളയുന്നതാണ് H+ATPase. ATP ഡിപ്പെൻഡൻറ്റ് മാനറിൽ H+ൻ്റെ ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ പ്രോട്ടോൺ പമ്പാണ്. H+ എന്ന് പറഞ്ഞാൽ പ്രോട്ടോണാണ്. അപ്പോൾ ഈ പ്രോട്ടോണിൻ്റെ പമ്പിങ് എന്തിന് കാരണമാകുന്നു? ഇൻസൈഡ് സെല്ല് നെഗറ്റീവാണ്. അപ്പം ഇൻസൈഡ് സെല്ല് നെഗറ്റീവായി നിലനിർത്തുന്നതിൽ H+ATPase റോളുണ്ട്. എങ്ങനെ? പോസിറ്റീവ്ലി ചാർജഡ് ആയിട്ടുള്ള പ്രോട്ടോണുകളെ അല്ലെങ്കിൽ H+നെ വെളിയിലോട്ട് പമ്പ് ചെയ്യുന്നു. ആ പമ്പ് ചെയ്യുന്ന H+ATPase ഇൻഹിബിറ്റ് ചെയ്യുന്നു. അപ്പം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട്, ഈ പറയുന്ന മെംബ്രെയിൻ അല്ലെങ്കിൽ സെല്ല് പോളറൈസ് സ്റ്റേറ്റിലാണ്. ഇൻസൈഡ് നെഗറ്റീവും ഔട്ട്സൈഡ് പോസിറ്റീവുമാണ്. ആ പോളറൈസ് സ്റ്റേറ്റിൽ നിന്നും ഡീപോളറൈസ് സ്റ്റേറ്റിലാണ് ഈ പറയുന്ന ക്ലോറിൻ ചാനൽ, ആനോൺ ചാനലൊക്കെ ഓപ്പൺ ആയത്. അപ്പോൾ ആ ഡീപോളറൈസ്ഡ് സ്റ്റേറ്റിലോട്ട് പോകണമെങ്കിൽ ഈ H+ൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ഔട്ട് ഓഫ് ദ സെൽ ഇൻഹിബിറ്റ് ചെയ്യുവാണെങ്കിൽ ആ ഡീപോളറൈസ് സ്റ്റേറ്റിലോട്ടുള്ള പോക്ക് പെട്ടെന്നാകും. നമ്മൾ കണ്ടതാണ് അബ്സിസിക് ആസിഡ് ഡിപ്പെൻഡൻറ്റ് മാനറിൽ കാൽസ്യത്തിൻ്റെ ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ, കാൽസ്യം ഡിപ്പെൻഡൻറ്റ് മാനറിൽ ആനയോൺ ചാനലുകൾ ഓപ്പൺ ആകുന്നു, അതുവഴി ഡീപോളറൈസേഷനിലോട്ട് പോകുന്നു. ആ ഡീപോളറൈസേഷനെ ഇതും ഒരു തരത്തിൽ ഹെൽപ്പ് ചെയ്യുന്നു. കാരണം H+ പോസിറ്റീവ് ചാർജ്ഡ് ആണ്, പ്രോട്ടോൺ ആണ് H+. അതിനെ വെളിയിലോട്ട് കളയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസൈഡ് നെഗറ്റീവായിട്ട് തന്നെ നിലനിൽക്കും. അപ്പോൾ അത് നടക്കാണ്ടിരിക്കാൻ വേണ്ടി അങ്ങനെയുള്ള H+ATPase ഇൻഹിബിറ്റ് ചെയ്യുന്നു. ഇതും ആരാണ്? അബ്സിസിക് ആസിഡാണ് ചെയ്യുന്നത്. ഇനി വേറെ ഒരു ഒബ്സർവ്ഡ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞെങ്കിൽ ഈ സ്റ്റൊമാറ്റ ക്ലോസറിൻ്റെ സമയത്ത് ഗാർഡ് സെല്ലിൻ്റെ മെംബ്രെയിനിൽ ഒരു ക്വാണ്ടിറ്റിയിൽ ഒരു 50% റിഡക്ഷൻ ഉണ്ടാകുന്നു. മെംബ്രെയിൻ ഓഫ് ഗാർഡ് സെല്ല് 50% റിഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? എൻഡോസൈറ്റോസ് ആണ്. മെംബ്രെയിനെ ഒരു വെസിക്കിളായിട്ട് ഇൻറ്റേർണലൈസ് ചെയ്തിട്ടാണ് ഈ 50% റിഡക്ഷൻ ഉണ്ടാകുന്നത്. അത് എന്തായിരുന്നുണ്ടെങ്കിൽ അബ്സിസിക് ആസിഡ് ഡിപ്പെൻഡൻറ്റ് മാനറിൽ റീഓർഗനൈസേഷൻ ഓഫ് സൈറ്റോസ്കെൽറ്റൻ, അതായത് ആക്റ്റിൻ സൈറ്റോസ്കെൽറ്റൻ്റെ റീഓർഗനൈസേഷൻ നടക്കുന്നു. ഈ റീഓർഗനൈസേഷൻ കൊണ്ട് മെംബ്രെയിൻ്റെ ഇൻറ്റേർണലൈസേഷൻ വഴി 50% റിഡക്ഷൻ ഇൻ മെംബ്രെയിൻ, ഗാർഡ് സെൽ മെംബ്രെയിനും ഇതും ഈ അബ്സിസിക് ആസിഡ് ഡിപ്പെൻഡൻറ്റ് മാനറിൽ ഗാർഡ് സെല്ലിൽ സംഭവിക്കുന്ന കാര്യമാണ്. ഈ അബ്സിസിക് ആസിഡ് ഡിപ്പെൻഡൻറ്റ് മാനറിൽ എങ്ങനെ സ്റ്റൊമാറ്റ ക്ലോസ് ആകുന്നു എന്നുള്ളത് കണ്ടു കഴിഞ്ഞു. ഇനി കുറച്ച് ഡെപ്തിലോട്ട് എങ്ങനെ സ്റ്റൊമാറ്റ ക്ലോസ് ആകുന്നതിൻ്റെ മെക്കാനിസത്തിലോട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ നമുക്കറിയാം സ്റ്റൊമാറ്റ ക്ലോസ് ആകുന്നതിൽ അബ്സിസിക് ആസിഡാണ് റോളുണ്ടത്. അപ്പം അബ്സിസിക് ആസിഡ് റെസപ്റ്ററുമായിട്ട് ഈ പറയുന്ന അബ്സിസിക് ആസിഡ് ബൈൻഡ് ചെയ്യുന്നു. ഈ റിസപ്റ്റർ ഡിപ്പെൻഡൻറ്റ് മാനറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ ഈസ് ഇനാക്ടിവേറ്റഡ്. അപ്പോൾ ആദ്യമേ മനസ്സിലാക്കുക, അബ്സിസിക് ആസിഡ് അതിൻ്റെ റിസപ്റ്ററുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു. ആ ഇൻട്രാക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ്റെ ഡൗൺ റെഗുലേഷൻ അല്ലെങ്കിൽ ഇനാക്ടിവേഷന് കാരണമാകുന്നു.
ഈ ഇനാക്ടിവേഷനിലൂടെയാണ് സ്റ്റൊമാറ്റോക്ലോസിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ സ്റ്റൊമാറ്റോക്ലോസിന് വേണ്ടുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു? ഇനീഷ്യൽ ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് കാൽസ്യം, എഫ്ലക്സ് ഓഫ് ആനയോൺ, അതിനുശേഷം മെംബ്രെയിൻ പൊട്ടൻഷ്യൽ ഉണ്ടാകുന്ന വ്യത്യാസം കൊണ്ട് വോൾട്ടേജ് ഗേറ്റഡ് പൊട്ടാസ്യം ചാനൽ ഓപ്പൺ ആവുകയും സെല്ലിനകത്തുള്ള പൊട്ടാസ്യം പൂർണ്ണമായിട്ടും വെളിയിലേക്ക് പോവുകയും ഇങ്ങനെ പൊട്ടാസ്യം പോകുന്നത് അയോണിക് കോൺസെൻട്രേഷൻ ഇൻസൈഡ് ഗാർഡ് സെല്ലിൻ്റെ റിഡക്ഷന് കാരണമാവുകയും അതുവഴി വാട്ടർ ലോസ് ഉണ്ടാവുകയും അങ്ങനെയാണ് സ്റ്റൊമാറ്റോക്ലോസ് ആകുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഒരു പ്രോട്ടീനെ ഡിപ്പെൻഡ് ചെയ്താണ് നടന്നുകൊണ്ടിരുന്നത്. ഈ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരുന്ന ഒരു പ്രോട്ടീനെയാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നോക്കാം. അബ്സിസിക് ആസിഡ് സ്റ്റൊമാറ്റയുടെ ഗാർഡ് സെല്ലിൽ സ്ട്രെസ് ഡിപ്പെൻഡൻറ്റ് മാനറിൽ ഉണ്ടാകുന്നു. ഈ അബ്സിസിക് ആസിഡ് അതിൻ്റെ റെസപ്റ്ററുമായിട്ട് PCAR, PYR, PYL ഗ്രൂപ്പ് ഓഫ് റെസപ്റ്റേഴ്സുമായിട്ട് ബൈൻഡ് ചെയ്യുന്നു. ഈ റെസപ്റ്ററുകളെ പറ്റിയൊക്കെ നമ്മൾ ഹോർമോണിനെ പറ്റി പഠിച്ചപ്പം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പോൾ ഈ റെസപ്റ്ററുമായിട്ട് അബ്സിസിക് ആസിഡ് ബൈൻഡ് ചെയ്യുന്നു. അപ്പോൾ ഇനീഷ്യലി അബ്സിസിക് ആസിഡ് ഈസ് ഇൻട്രാക്റ്റിംഗ് വിത്ത് ഇറ്റ്സ് റെസപ്റ്റർ. അതുവഴി ചില പാത്വേസ് ആർ ആക്ടിവേറ്റഡ്. അങ്ങനെ ആക്ടിവേറ്റഡ് ആയിട്ട് PP2C ഗ്രൂപ്പ് ഓഫ് പ്രോട്ടീനെ ഈ റെസപ്റ്റർ അബ്സിസിക് ആസിഡ് കോമ്പിനേഷൻ ഇൻഹിബിറ്റ് ചെയ്യുന്നു. PP2C എന്ന് പറയുന്ന പ്രോട്ടീനെ ഈ റെസപ്റ്റർ അബ്സിസിക് ആസിഡ് കോമ്പിനേഷൻ അതിനെ എന്താണ് ഇൻഹിബിറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അബ്സിസിക് ആസിഡ് റെസപ്റ്ററുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് അതുവഴി ഈ പറയുന്ന PP2C ഇനാക്ടിവേറ്റഡ് ആകുന്നു. അപ്പോൾ ഇനി PP2C ആക്റ്റീവ് ആയിരിക്കുമ്പോൾ, ഇപ്പോൾ ആക്റ്റീവ് ആയിരിക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? PP2C ഈസ് ദ ഇനാക്ടിവേറ്റർ ഓഫ് OST1. OST1ൻ്റെ ഇനാക്ടിവേറ്റർ ആണ് PP2C. ഒരു കാര്യം മനസ്സിലാക്കാം, PP2C ആക്റ്റീവായിരിക്കുന്ന സമയത്ത് അത് OST1നെ ഇൻഹിബിറ്റ് ചെയ്യും. അതുകൂടാതെ കാൽസ്യത്തിൻ്റെ ഇൻക്രീസ് ഇൻ സൈറ്റോപ്ലാസത്തിനെ ഇൻഹിബിറ്റ് ചെയ്യും. അപ്പോൾ രണ്ട് ക്രൂഷ്യലായിട്ടുള്ള കാര്യങ്ങൾ, ഒന്ന് OST1 എന്ന് പറയുന്ന ഒരു പ്രോട്ടീനെ അത് ഇൻഹിബിറ്റ് ചെയ്യും, കാൽസ്യത്തിൻ്റെ അക്യുമുലേഷനെ അത് ഇൻഹിബിറ്റ് ചെയ്യും. ഇത് എപ്പോഴാണ്? PP2C ആക്റ്റീവ് ആയിരിക്കുന്ന സമയത്ത്. ഈ പറയുന്ന അബ്സിസിക് ആസിഡ് ഡിപ്പെൻഡൻറ്റ് മാനറിൽ ഇപ്പോൾ PP2C ഇനാക്റ്റീവ് ആകുന്നു. ഇനിയും കാര്യങ്ങളുണ്ട്. OST1 എന്ത് ചെയ്യുന്നു? OST1 ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആനയോൺ ചാനലിൻ്റെ ഓപ്പണിങ്ങിന് കാരണമാകുന്നതാണ്. നമ്മൾ കണ്ടായിരുന്നു അബ്സിസിക് ആസിഡ് ഡിപ്പെൻഡൻറ്റ് മാനറിൽ എഫ്ലക്സ് ഓഫ് ആനയോൺ. അപ്പം അങ്ങനെയുള്ള ആനയോൺ ചാനലുകളെ ഓപ്പൺ ചെയ്ത് ആനയോണുകളുടെ എഫ്ലക്സിന് കാരണമാകുന്നതാണ് OST1. ആ OST1നെ നോർമലി ഇൻഹിബിറ്റ് ചെയ്യുന്ന വെക്കുന്നതാണ് PP2C. അപ്പോൾ നോർമൽ കണ്ടീഷനിൽ ആനയോൺ ചാനൽ ക്ലോസ് ആയിട്ടിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ OST1 ഇനാക്റ്റീവ് ആണ്. എന്തുകൊണ്ടെന്നാൽ PP2C ആക്റ്റീവ് ആണ്. അങ്ങനെയുള്ള PP2Cനെ ഇനാക്ടിവേറ്റ് ചെയ്തു. അപ്പോൾ എന്തായിരിക്കും സംഭവിക്കാവുന്നത്? PP2C ഇനാക്റ്റീവായി. അപ്പോൾ അത് ഇതുവരെ ഇനാക്ടിവേറ്റ് ചെയ്ത് വെച്ചിരുന്ന OST1 ആക്റ്റീവായി. OST1 ആക്റ്റീവ് ആയതുകൊണ്ട് ആനയോണിൻ്റെ ഔട്ട്ഫ്ലോ നടക്കുന്നു. ഇത് ഒരു കാര്യം. അതുകൂടാതെ PP2C ഡൗൺ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു കാൽസ്യത്തിൻ്റെ കോൺസെൻട്രേഷൻ്റെ ഇൻക്രീസിനെ ഡൗൺ റെഗുലേറ്റ് ചെയ്യുന്നു. അപ്പം ഇപ്പോൾ എന്താണ്? PP2C ഇനാക്റ്റീവ് ആയപ്പോൾ കാൽസ്യം കോൺസെൻട്രേഷൻ കൂടുന്നു. കാൽസ്യം കോൺസെൻട്രേഷൻ കൂടുമ്പോൾ CPK, കാൽസ്യം ഡിപ്പെൻഡൻറ്റ് പ്രോട്ടീൻ കൈനേസുകൾ ആക്റ്റീവ് ആകുന്നു കാൽസ്യം ഉണ്ടെങ്കിൽ. അപ്പോൾ സാധാരണഗതിയിൽ PP2C ആക്റ്റീവ് ആയിരിക്കുമ്പോൾ അത് കാൽസ്യത്തിൻ്റെ ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷനെ പ്രിവെൻറ്റ് ചെയ്യുന്നതാണ്. അങ്ങനെ പ്രിവെൻറ്റ് ചെയ്താൽ ഈ കാൽസ്യം ഡിപ്പെൻഡൻറ്റ് പ്രോട്ടീൻ കൈനേസ് CPK എന്നിവിടെ എഴുതിയിരിക്കുന്നത് ഇത് ഇനാക്റ്റീവായിട്ട് നിൽക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താ സംഭവിച്ചത്? അബ്സിസിക് ആസിഡ് ഡിപ്പെൻഡൻറ്റ് മാനറിൽ PP2C ഇനാക്റ്റീവ് ആയപ്പോൾ കാൽസ്യത്തിൻ്റെ കോൺസെൻട്രേഷൻ കൂടി, OST1 ആക്റ്റീവായി, കാൽസ്യം ഡിപ്പെൻഡൻറ്റ് മാനറിൽ കാൽസ്യം ഡിപ്പെൻഡൻറ്റ് പ്രോട്ടീൻ കൈനേസ് ആക്റ്റീവായി. ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത്? ഈ കാൽസ്യം ഡിപ്പെൻഡൻറ്റ് പ്രോട്ടീൻ കൈനേസ് PROB അല്ലെങ്കിൽ NADPH ഓക്സിഡേസിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു. നമ്മൾ ഇത് കണ്ടതാണ്. NADPH ഓക്സിഡേസ് എന്താ ചെയ്യുന്നത്? മെംബ്രെയിനിൽ NADPH ഉപയോഗിച്ച് അതിൻ്റെ ഇലക്ട്രോൺ ഉപയോഗിച്ച് റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് എക്സ്ട്രാ സെല്ലുലാർ റീജിയൻ ഉണ്ടാക്കുന്നു. ആ റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് ഡിപ്പെൻഡൻറ്റ് മാനറിൽ കാൽസ്യം ചാനൽ ഓപ്പൺ ആകുന്നു. കാൽസ്യത്തിൻ്റെ എൻട്രി ഇൻ ടു ദ സൈറ്റോപ്ലാസം. അപ്പോൾ അത്രയും കാര്യങ്ങൾ നടന്നു. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയുന്നു, കാൽസ്യത്തിൻ്റെ ഈ PP2C ഇനാക്റ്റീവ് ആയപ്പോൾ കാൽസ്യത്തിൻ്റെ കോൺസെൻട്രേഷൻ കൂടി. കാൽസ്യത്തിൻ്റെ കോൺസെൻട്രേഷനെ ഡൗൺ റെഗുലേറ്റ് ചെയ്യുന്നതായിരുന്നു ഈ PP2C. അപ്പോൾ കാൽസ്യത്തിൻ്റെ കോൺസെൻട്രേഷൻ കൂടി. അതെന്തിന് കാരണമായി? CPK, കാൽസ്യം ഡിപ്പെൻഡൻറ്റ് പ്രോട്ടീൻ കൈനേസിൻ്റെ ആക്ടിവേഷന് കാരണമായി. അതെന്തിന് കാരണമായി?
PROB അല്ലെങ്കിൽ NADPH ഓക്സിഡേസിൻ്റെ ആക്ടിവേഷൻ അതുവഴി റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് പ്രൊഡ്യൂസ് ചെയ്തു. റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് ഡിപ്പെൻഡൻറ്റ് മാനിൽ കാൽസ്യം ചാനൽ ഓപ്പൺ ആയി കാൽസ്യത്തിൻ്റെ എൻട്രി ഇൻ ടു ദ സൈറ്റോപ്ലാസം. അപ്പോൾ കാൽസ്യം പിന്നെ ഈ കാൽസ്യം അകത്തോട്ട് വന്ന് കാൽസ്യം വീണ്ടും ആരെ ആക്ടിവേറ്റ് ചെയ്തു? കാൽസ്യം ഡിപ്പെൻഡൻറ്റ് പ്രോട്ടീൻ കൈനസിനെ. കാൽസ്യം ഡിപ്പെൻഡൻറ്റ് മാനറിൽ ആക്റ്റീവായിട്ട് വീണ്ടും എന്താണ് ആ കാൽസ്യത്തിനാൽ NADPH ഓക്സിഡേസ് ആക്ടിവേറ്റഡ് ആയി. NADPH ഓക്സിഡേസ് റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് പ്രൊഡ്യൂസ് ചെയ്തു. അതുവഴി കാൽസ്യം ചാനൽ ഓപ്പൺ ആയി ആ കാൽസ്യം സൈറ്റോപ്ലാസ്റ്റിലോട്ട് എൻ്റർ ചെയ്തു. ആ കാൽസ്യം ഡിപ്പെൻഡൻറ്റ് മാനറിൽ വീണ്ടും കാൽസ്യം ഡിപ്പെൻഡൻറ്റ് പ്രോട്ടീൻ കൈനേസിൻ്റെ ഫർദർ ആക്ടിവേഷൻ. അപ്പോൾ ഒന്ന് ആക്ടിവേറ്റഡ് ആയി അതുവഴി വീണ്ടും എന്താണ് വീണ്ടും ആക്ടിവേഷൻ. അപ്പോൾ എന്താണ് ഇനി നോക്കുക, ഈ കാൽസ്യം കൂടുതലുള്ളപ്പോൾ കാൽസ്യം എന്ത് ചെയ്യും? കാൽസ്യം ഡിപ്പെൻഡൻറ്റ് കാൽസ്യം റിലീസ് എന്നൊരു മെക്കാനിസം ഉണ്ട്. കാൽസ്യം ഇൻഡ്യൂസ്ഡ് കാൽസ്യം റിലീസ് എന്താണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഒരു വാക്യൂളാണെങ്കിൽ വാക്യൂളിലുള്ള കാൽസ്യത്തിൻ്റെ ഔട്ട്ഫ്ലോ കാൽസ്യം ഡിപ്പെൻഡൻറ്റ് മാനറിൽ. അപ്പോൾ പിന്നെ എന്തായിരുന്നു? വാക്യൂളിലുള്ള ആനയോൺസ് ആർ റിലീസ്ഡ്, വാക്യൂളിലുള്ള പൊട്ടാസ്യം റിലീസ് ചെയ്യുന്നു. ഇതൊക്കെ കാൽസ്യം ഡിപ്പെൻഡൻറ്റ് മാനർ സംഭവിക്കുന്നതാണ്. അപ്പോൾ അബ്സിസിക് ആസിഡ് ഡിപ്പെൻഡൻറ്റ് മാനറിൽ ഇത്രയും കാര്യങ്ങൾ നടന്നു. കാൽസ്യത്തിൻ്റെ കോൺസെൻട്രേഷൻ കൂടി, വാക്യൂളിലുള്ള ആനയോൺ വെളിയിലോട്ട് വന്നു, വാക്യൂളിലുള്ള പൊട്ടാസ്യം വെളിയിലോട്ട് വന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു കാര്യങ്ങൾ നടക്കുന്നു. ഇവിടെ ആനയോണിൻ്റെ ഔട്ട്ഫ്ലോ എന്തിന് കാരണമാകുന്നു? ആനയോണിൻ്റെ ഔട്ട്ഫ്ലോ മെംബ്രെയിൻ പൊട്ടൻഷ്യലിൽ വ്യത്യാസം വരുന്നു, ഡീപോളറൈസേഷന് കാരണമാകുന്നു. ആ ഡീപോളറൈസേഷൻ ഡിപ്പെൻഡൻറ്റ് മാനറിൽ പൊട്ടാസ്യം ചാനൽ ഓപ്പൺ ആകുന്നു. പൊട്ടാസ്യം ചാനൽ ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ പൊട്ടാസ്യത്തിൻ്റെ ഔട്ട്ഫ്ലോ അതുവഴി എന്തായിരുന്നു? ഓസ്മോട്ടിക് എന്താണ് അയോണിക് കോൺസെൻട്രേഷൻ ഇൻസൈഡ് ഗാർഡ് സെല്ല് കുറയുന്നു, വാട്ടർ വെളിയിലേക്ക് പോകുന്നു, സ്റ്റൊമാറ്റോക്ലോസ് ആകുന്നു. അപ്പോൾ ഒന്നുകൂടെ പറയുകയാണെങ്കിൽ അബ്സിസിക് ആസിഡ് ഡിപ്പെൻഡൻറ്റ് മാനറിൽ റിസപ്റ്ററുടെ ആക്ടിവേഷൻ, റിസപ്റ്റർ അബ്സിസിക് ആസിഡും ഇൻട്രാക്ട് ചെയ്തിട്ട് ആ ഒരു പാത്വേയിലൂടെ ഒരു PP2C എന്ന് പറയുന്ന ക്രൂഷ്യലായിട്ടുള്ള ഇൻഹിബിറ്റഡ് ആകുമ്പോൾ അത് ഇൻഹിബിറ്റ് ചെയ്ത് വെച്ചിരുന്ന ഫാക്ടേഴ്സ് അപ്രഗുലേറ്റഡ് ആകുന്നു. ഒന്നെന്താണ്? OST1 ഇൻഹിബിറ്റ് ചെയ്തിരുന്നത്. മറ്റെന്തായിരുന്നു? കാൽസ്യത്തിൻ്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസിനെയാണ് ഇൻഹിബിറ്റ് ചെയ്തത്. ഇപ്പോൾ കാൽസ്യം കൂടുന്നു, OST1 ആക്റ്റീവായി. കാൽസ്യം ഡിപ്പെൻഡൻറ്റ് മാനറിൽ കാൽസ്യം ഡിപ്പെൻഡൻറ്റ് പ്രോട്ടീൻ കൈനേസ് ആർ ആക്ടിവേറ്റഡ്. കാൽസ്യം ഡിപ്പെൻഡൻറ്റ് പ്രോട്ടീൻ കൈനേസ് NADPH ഓക്സിഡേസിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു. NADPH ഓക്സിഡേസ് റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് കാൽസ്യം ചാനലിൻ്റെ ഓപ്പണിംഗ് കാരണമാകുന്നു. കാൽസ്യത്തിൻ്റെ എൻട്രി, ആ കാൽസ്യം വീണ്ടും കാൽസ്യം ഡിപ്പെൻഡൻറ്റ് പ്രോട്ടീൻ കൈനേസിൻ്റെ ആക്ടിവേഷൻ കാരണമാകുന്നു. അത് കാൽസ്യത്തിൻ്റെ പാത്വേ. ഈ കാൽസ്യം എന്തിന് കാരണമാകുന്നു? വാക്യൂളിലുള്ള കാൽസ്യത്തിൻ്റെ റിലീസിന് കാരണമാകുന്നു, വാക്യൂളിലുള്ള ആനയോൺസിൻ്റെ റിലീസിന് കാരണമാകുന്നു, വാക്യൂളിലുള്ള പൊട്ടാസ്യത്തിൻ്റെ റിലീസിന് കാരണമാകുന്നു. ഇനി അടുത്ത ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ ഈ റിലീസായ കാൽസ്യം, ആനയോൺ, പൊട്ടാസ്യം ഇതെല്ലാം എന്താണ്? കാൽസ്യം വീണ്ടും ഫർദർ ഇൻക്രീസിന് കാരണമാകുന്നു. ആനയോൺ OST1 ഡിപ്പെൻഡൻറ്റ് മാനറിൽ OST1 ഇപ്പോൾ ആക്റ്റീവായി. ഡിപ്പെൻഡൻറ്റ് മാനറിൽ ആനയോൺ ചാനൽ ഓപ്പൺ ആകുകയും ആനയോണുകൾ വെളിയിലോട്ട് പോകുന്നു. ആനയോണുകളെല്ലാം വെളിയിലോട്ട് പോകുന്നു. ഈ വെളിയിലോട്ട് പോയ ആനയോണുകൾ എന്തിന് കാരണമാകുന്നു? ഡീപോളറൈസേഷൻ. ഒരുപാട് അയോണിക് ഈ പറയുന്ന സൊല്യൂട്ടുകൾ എന്താണ് വെളിയിലോട്ട് പോകുമ്പോൾ ഡീപോളറൈസേഷൻ കാണും. ഡീപോളറൈസേഷൻ ഡിപ്പെൻഡൻറ്റ് മാനറിൽ പൊട്ടാസ്യം ചാനൽ ഓപ്പൺ ആകുന്നു. പൊട്ടാസ്യം ചാനൽ ഓപ്പൺ ആയി കഴിയുമ്പോൾ ഒരുപാട് കോൺസെൻട്രേഷൻ സൈറ്റോപ്ലാസ്റ്റിൽ പൊട്ടാസ്യം ഉണ്ട്. ആ പൊട്ടാസ്യം എല്ലാം വെളിയിലേക്ക് പോകുന്നു. ഇതെന്തിന് കാരണമാകുന്നു? അയോണിക് കോൺസെൻട്രേഷനിൽ റിഡക്ഷന് കാരണമാകുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ അയോണുകൾ പോകുന്നതിൻ്റെ പുറകെ വാട്ടറും പോകും. ഇതാണ് ഒരു കാര്യം. ഇനി ഈ അബ്സിസിക് ആസിഡ് ഡിപ്പെൻഡൻറ്റ് മാനറിൽ വേറെയും ചില കാര്യങ്ങൾ പ്ലാന്റിൽ നടക്കുന്നു. അപ്പം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇതേ പാത്ത് തന്നെ അബ്സിസിക് ആസിഡ് അതിൻ്റെ റിസപ്റ്ററായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു. അത് PP2Cയുടെ ഇനാക്ടിവേഷന് കാരണമായി. PP2C നമുക്കറിയാം, ഓൾറെഡി കണ്ടു കഴിഞ്ഞു. PP2C OST1 ഇനാക്ടിവേറ്റ് ചെയ്യും. അതുകൂടാതെ PP2C കാൽസ്യത്തിൻ്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസിനെ ഡൗൺ റെഗുലേറ്റ് ചെയ്യും. ഈ രണ്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടത് PP2C ആണ്. ആ PP2C ഇനാക്ടിവേറ്റഡ് ആകുമ്പോൾ OST1 ആക്റ്റീവ് ആകും, കാൽസ്യത്തിൻ്റെ കോൺസെൻട്രേഷൻ കൂടും. ഈ OST1 ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ ഇപ്പുറത്ത് കണ്ടു. OST1 ആനയോൺ ചാനലിൻ്റെ ഓപ്പണിങ്ങിന് കാരണമാണെന്ന് പറഞ്ഞു. അതുകൂടാതെ OST1 ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ OST1 ഈസ് ദ ഡൗൺ റെഗുലേറ്റർ ഓഫ് ഇൻഫ്ലോ ഓഫ് പൊട്ടാസ്യം. ഇപ്പം എന്താ വേണ്ടത്? ഇൻഫ്ലോ ഓഫ് പൊട്ടാസ്യം പാടില്ല, ഔട്ട്ഫ്ലോ ഓഫ് പൊട്ടാസ്യമാണ് വേണ്ടത്. അപ്പോൾ OST1 ഡിപ്പെൻഡൻറ്റ് മാനറിൽ മറ്റൊരു കാര്യം നടക്കുന്നത് എന്താണ്? ഇൻഫ്ലോ ഓഫ് പൊട്ടാസ്യം ഡൗൺ റെഗുലേറ്റഡ് ആകുന്നു. നമ്മൾ ഇവിടെ കണ്ടു കഴിഞ്ഞു, പൊട്ടാസ്യത്തിൻ്റെ ഔട്ട്ഫ്ലോ ആണ് സ്റ്റൊമാറ്റോയുടെ ക്ലോഷറിന് കാരണമായത്. അപ്പോൾ എന്തായിരിക്കും? ഈ OST1 ഇൻഫ്ലോ ഓഫ് പൊട്ടാസ്യത്തിന് കാരണമാകുന്നു. അതുകൂടാതെ PP2C ഇനാക്റ്റീവ് ആയതുകൊണ്ട് കാൽസ്യം കോൺസെൻട്രേഷൻ കൂടി. ഈ കാൽസ്യവും ഇൻഫ്ലോ ഓഫ് പൊട്ടാസ്യത്തിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നു. ചാനൽ വഴിയുള്ള അതിൻ്റെ ഇൻഫ്ലോ ഇതായിട്ട് നിൽക്കുന്നു.
അപ്പോൾ ഈ കാൽസ്യത്തിൻ്റെ കോൺസെൻട്രേഷൻ കൂടുന്നത് മറ്റൊരു കാര്യം നടക്കുന്നു. H+ATPസിൻ്റെ H+ATPs നമ്മൾ ഓൾറെഡി കണ്ടാണ്. ഹൈഡ്രജനെ ATPയുടെ എനർജി ഉപയോഗിച്ച് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന H+ATPസിനെ ഈ കാൽസ്യം ഡബിൾ റെഗുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഹൈഡ്രജനെ ഇൻസൈഡ് സ്റ്റൊമാറ്റൽ സെല്ല് റീറ്റെയിൻ ചെയ്യുന്നു. അടുത്ത് പറയാനുള്ളത് പ്ലാന്റിൽ ചില മോർഫോളജിക്കൽ ചേഞ്ചുകൾ വരുന്നു ഇൻ റെസ്പോൺസ് ടു സ്ട്രെസ്. അപ്പം അത് എന്തൊക്കെയാണെന്നുള്ളത്, അപ്പം അതിന് അങ്ങനെ ആ ഒരു അഡാപ്റ്റീവ് അനാറ്റമിക്കൽ ചേഞ്ച് പ്ലാന്റിനെ സ്ട്രെസ്ഫുൾ കണ്ടീഷനിൽ സർവൈവ് ചെയ്യാൻ കേപ്പബിലിറ്റി കൊടുക്കുന്ന അഡാപ്റ്റീവായിട്ടുള്ള അനാറ്റമിക്കൽ ചേഞ്ച്, ഇതിന് പറയുന്ന പേരാണ് ഫിനോട്ടിപ്പിക് പ്ലാസ്റ്റിസിറ്റി. അപ്പോൾ ഇവിടെ ഫിനോട്ടിപ്പിക് പ്ലാസ്റ്റിസിറ്റി എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ചേഞ്ച് ഇൻ ലീഫ് ഏരിയ, ലീഫിൻ്റെ ഏരിയയിൽ വ്യത്യാസം വരിക, ലീഫ് ഓറിയൻറ്റേഷനിൽ വ്യത്യാസം വരിക, ലീഫ് റോളിങ്ങിലോട്ട് പോവുക, അതുകൂടാതെ ട്രൈക്കോമുകളുടെ പ്രൊഡക്ഷൻ, അല്ലെങ്കിൽ വാക്സി ആയിട്ടുള്ള ക്യൂട്ടിക്കളുടെ പ്രൊഡക്ഷൻ, ഇതൊക്കെ ഈ പറയുന്ന ഫിനോട്ടിപ്പിക് പ്ലാസ്റ്റിസിറ്റിക്ക് എക്സാമ്പിളാണ്. അല്ലെങ്കിൽ സ്ട്രെസ് റിലേറ്റഡ് മാനറിൽ പ്ലാന്റിൽ വരുന്ന മോർഫോളജിക്കൽ ചേഞ്ചിന് എക്സാമ്പിളാണ്. അപ്പോൾ ലീഫ് ഏരിയ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും പ്ലാന്റിനെ ബാധിക്കാം. അപ്പോൾ ലീഫ് ഏരിയ എന്നുണ്ടെങ്കിൽ സാധാരണയിൽ കൂടുതൽ ലീഫ് ഏരിയ എന്നുണ്ടെങ്കിൽ കൂടുതൽ ലൈറ്റ് ക്യാൻ ബി അബ്സോർബ്ഡ്. അതുകൊണ്ട് തന്നെ ഫോട്ടോസിന്തസിസിൻ്റെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ എനർജി പ്രൊഡക്ഷൻ വളരെ എഫിഷ്യൻ്റ് ആയിട്ട് നടക്കും കൂടുതൽ ഏരിയ ഉള്ളപ്പോൾ. പക്ഷേ അതുകൂടെ റിലേറ്റഡ് ആയിട്ടൊരു പ്രശ്നമുണ്ട്. കൂടുതൽ ഏരിയ എന്ന് പറഞ്ഞാൽ കൂടുതൽ ഏരിയയിൽ നിന്നും ഇവാപ്പറേഷൻ, വാട്ടർ ലോസ് നടക്കും. അപ്പോൾ വാട്ടർ സ്കേഴ്സിറ്റിയുടെ സമയത്ത് കൂടുതൽ ഏരിയ ഡിസഡ്വാൻറ്റേജസ് ആണ്. ശരിയാണ്, ഫോട്ടോസിന്തറ്റിക്കലി കൂടുതൽ ഏരിയ അഡ്വാൻറ്റേജസ് ആണെങ്കിൽ പോലും വാട്ടർ സ്കേഴ്സിറ്റിയുടെ സമയത്ത് കൂടുതൽ ഏരിയ വാട്ടർ ലോസിന് കാരണമാകും ത്രൂ ഇവാപ്പറേഷൻ. അതുകൂടാതെ ഈ പറയുന്ന പലപ്പോഴും കൂടുതൽ ഏരിയ എന്ന് പറയുമ്പോൾ ഓവറായിട്ട് ലൈറ്റ് ഇൻറ്റൻസിറ്റി ഉള്ളപ്പോൾ ഫോട്ടോ സിസ്റ്റം ഡാമേജ് ആകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം എന്താണ് വേണ്ടത്? ഹൈ ലൈറ്റ് ഇൻറ്റൻസിറ്റിയിൽ അല്ലെങ്കിൽ വാട്ടർ സ്കേഴ്സിറ്റിയുടെ സമയത്ത് ലീഫിൻ്റെ ഏരിയ കുറയ്ക്കണം. അപ്പം എങ്ങനെയാണ് ലീഫ് ഏരിയ കുറയ്ക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് റെഡ്യൂസ്ഡ് സെൽ ഡിവിഷൻ ഒരു മെക്കാനിസമാണ്. ഈ പറയുന്ന ലീഫ് ഏരിയ കുറയ്ക്കുന്ന ഒരു മെക്കാനിസം റെഡ്യൂസ്ഡ് സെൽ ഡിവിഷൻ, അല്ലെങ്കിൽ എന്താണ് റെഡ്യൂസ്ഡ് എക്സ്പാൻഷൻ. സെല്ലിൻ്റെ എക്സ്പാൻഷൻ വഴിയാണ് ഏരിയ കൂടുന്നത്. ഡിവിഷൻ ഒരു ഫാക്ടറാണ്, പക്ഷേ സെല്ല് എക്സ്പാൻഡും കൂടെ ചെയ്യണം. അത് എന്താണ് അങ്ങനെ കുറയ്ക്കാൻ പറ്റും. അല്ലെങ്കിൽ എന്താണ് ലീഫ് ഷേപ്പ് മാറ്റം വരുത്തുന്ന വഴി ഏരിയ കുറയ്ക്കാൻ പറ്റും. അല്ലെങ്കിൽ എന്താണ് സെനിസൻസ്, അല്ലെങ്കിൽ എന്താണ് ലീഫ് ഡെത്തിലോട്ട് പോവുക, അങ്ങനെയും എന്താണ് ലീഫിൻ്റെ ഏരിയ കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ പ്ലാന്റ് എംപ്ലോയ് ചെയ്യുന്ന മെക്കാനിസമാണ് ലീഫിൻ്റെ ഏരിയ കുറയ്ക്കാൻ വേണ്ടി. വാട്ടർ സ്കേഴ്സിറ്റി ഉള്ളപ്പോൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡ്രോട്ട് അങ്ങനെയുള്ള കണ്ടീഷനിൽ പ്ലാന്റ് ലീഫ് ഏരിയ കുറച്ച് ആ ഒരു സ്ട്രെസ്സിനെ കൗണ്ടർ ചെയ്യുന്നു. ഓക്കെ, ഇനി ലീഫ് ഓറിയൻറ്റേഷൻ രണ്ട് രീതിയിൽ ലീഫ് ഓറിയൻറ്റേഷൻ ഉണ്ടാകും. അപ്പം എങ്ങനെ ഈ ലൈറ്റിനെ അബ്സോർവ് ചെയ്യാൻ അല്ലെങ്കിൽ സോളാർ റേഡിയേഷനെ അബ്സോർവ് ചെയ്യുന്ന രണ്ട് രീതിയിൽ എന്താണ് പ്ലാന്റ് നമുക്ക് രണ്ട് രീതിയിലുള്ള ഓറിയൻറ്റേഷൻ ഉണ്ട്. അപ്പം ആ ഓറിയൻറ്റേഷൻ എന്തൊക്കെയാണ്? പാരാഹീലിയോട്രോപ്പിക് ആൻഡ് ഡയഹീലിയോട്രോപ്പിക്. അപ്പം പാരാഹീലിയോട്രോപ്പിക് ആൻഡ് ഡയഹീലിയോട്രോപ്പിക്. പാരാഹീലിയോട്രോപ്പിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൺ റേസിന് പാരലായിട്ട് ലീഫ് നിൽക്കുമ്പോൾ ലൈറ്റ് അബ്സോർബ്ഡ് കുറവായിരിക്കും. അപ്പം പാരാഹീലിയോട്രോപ്പിക് രീതിയിൽ ലീഫിൻ്റെ പൊസിഷൻ, ലീഫിൻ്റെ ഓറിയൻറ്റേഷൻ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിപ്പോൾ ലൈറ്റ് ഇങ്ങനെ വരികയാണെങ്കിൽ അതിന് പാരലായിട്ട് ലീഫ് നിൽക്കുകയാണെങ്കിൽ ആ ലൈറ്റ് വഴിയുള്ള ഡാമേജ് വളരെ കുറവായിരിക്കും. അതാണ് പാരാഹീലിയോട്രോപ്പിക് ആയിട്ടുള്ള ലീഫ് ഓറിയൻറ്റേഷൻ. ഡയഹീലിയോട്രോപ്പിക് എന്ന് പറയുന്നെങ്കിൽ ഇതിന് ലൈറ്റിന് വെർട്ടിക്കലായിട്ട്. അപ്പോൾ ഇതിപ്പോൾ ലൈറ്റിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണെങ്കിൽ ഇതിന് പാരലായിട്ടാണ് ലീഫിൻ്റെ ഡയറക്ഷൻ എങ്കിൽ പാരാഹീലിയോട്രോപ്പിക്, ഇതിന് വെർട്ടിക്കലായിട്ടാണെങ്കിൽ എന്താണ് ഡയഹീലിയോട്രോപ്പിക്. അപ്പോൾ പാരാഹീലിയോട്രോപ്പിക് ഓറിയൻറ്റേഷൻ വേണം. ഡയഹീലിയോട്രോപ്പിക് ഓറിയൻറ്റേഷൻ എന്നുള്ളത് ടൈപ്പ് ഓഫ് പ്ലാന്റ്സ് അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന ലൈറ്റിൻ്റെ റിക്വയർമെൻറ്റ്, ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും വരുന്നത്. ഇനി അടുത്തത് ഒരു സ്ട്രെസ് ഡിപ്പെൻഡൻറ്റ് മാനറിലുള്ള ഒരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസമാണ്. പലപ്പോഴും ട്രൈക്കോമുകൾ ഈ ഇൻറ്റൻസ് ലൈറ്റിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാറുണ്ട്. ട്രൈക്കോം നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞതാണ്, ഹെയർ ലൈക്ക് സ്ട്രക്ചർ. അപ്പം ആ ഹെയർ ലൈക്ക് സ്ട്രക്ചർ ട്രൈക്കോമുകൾ എഫീമറലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാം. അല്ലെങ്കിൽ എഫീമറൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താൽക്കാലികമായിട്ട് ചില സീസണിൽ മാത്രം പ്രൊഡ്യൂസ് ചെയ്യാം. അല്ലെങ്കിൽ എന്താണ് അത് ത്രൂ ഔട്ട് ലൈഫ് പെർസിസ്റ്റ് ചെയ്യുന്ന ട്രൈക്കോമുകൾ ഉണ്ടാകാം. അപ്പോൾ എന്താണെങ്കിലും ഇതിനെ പലപ്പോഴും ഹീറ്റ് പ്രൊട്ടക്ഷനാണ്. പലപ്പോഴും ഈ ട്രൈക്കോമുകൾ ഒരു വൈറ്റിഷ് കളറായിരിക്കും. വൈറ്റ് എന്ന് പറഞ്ഞാൽ ലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വൈറ്റിഷ് കളർഡായിട്ടുള്ള ട്രൈക്കോമിനെ ലീഫ് കവർ ചെയ്യുമ്പോൾ
ഒട്ടുമിക്ക ലൈറ്റിന് റിഫ്ലക്റ്റ് ആയി പോകുന്നത് കൊണ്ട് ലീഫ് ഇൻറ്റൻസ് ലൈറ്റിൽ നിന്നും പ്രൊട്ടക്റ്റഡ് ആകുന്നു. പക്ഷേ ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത ഡിസഡ്വാൻറ്റേജും ഉണ്ട്. കാരണം ലൈറ്റ് ഉപയോഗിച്ചിട്ടാണ് പ്ലാന്റ് ഫോട്ടോസിൻസ് നടക്കുന്നത്. അപ്പോൾ ഫോട്ടോസിൻസിന് അവൈലബിൾ ആയിട്ടുള്ള ലൈറ്റിൽ കുറവും വരുത്താം ഈ പറയുന്ന ട്രൈക്കോമുകളുടെ പ്രസൻസ്. അപ്പോൾ എന്തൊക്കെ തന്നെയാണെങ്കിലും ട്രൈക്കോമുകൾ ഈ സ്ട്രെസ് റിലേറ്റഡ്, പ്രത്യേകിച്ച് ലൈറ്റിൽ നിന്നും പ്ലാന്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന റോളുണ്ട്. പിന്നെ എഫീമറൽ ആകുമ്പോൾ ലൈറ്റ് ഇൻറ്റൻസിറ്റി കൂടുതലുള്ളപ്പോൾ താൽക്കാലികമായിട്ട് ട്രൈക്കോം പ്രൊഡ്യൂസ് ചെയ്യുകയും അതിനുശേഷം ലൈറ്റ് ഇൻറ്റൻസിറ്റി കുറവുള്ളപ്പോൾ അത് ആബ്സെൻ്റ് ആകുന്ന ഒരു അവസ്ഥയൊക്കെ കാണാറുണ്ട്. ഓക്കെ, ഇനി അതുപോലെ തന്നെ പ്ലാന്റിനെ സ്ട്രെസ്സിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ക്യൂട്ടിക്കിൾ. ക്യൂട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു വാക്സി ലെയർ ആണ് ലീഫിൻ്റെ സർഫസിൽ ഫോം ചെയ്യുന്ന വാക്സി ലെയർ. അപ്പം ഏറ്റവും സിമ്പിൾ ആയിട്ട് മൾട്ടി ലെയർ സ്ട്രക്ചർ ഓഫ് വാക്സസ് ആൻഡ് റിലേറ്റഡ് ഹൈഡ്രോ കാർബൺ, വാക്സോ അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബണോ കൊണ്ടുണ്ടാകുന്ന ഒരു ലെയറാണ് ഈ പറയുന്ന ക്യൂട്ടിക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്യൂട്ടിക്കിൾ എന്താ ചെയ്യുന്നത്, ലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യും, അതേപോലെ ഡിഫ്യൂഷൻ ഓഫ് വാട്ടർ ആൻഡ് ഗ്യാസിനെ പ്രിവെൻറ്റ് ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് ഈ പറയുന്ന മോർഫോളജിക്കൽ റെസ്പോൺസ് ടു അബയോട്ടിക് സ്ട്രെസ്സിനെ പറ്റി പറയാനുള്ളത്. അടുത്ത ഒരു ഫിനോട്ടിപ്പിക് പ്ലാസ്റ്റിസിറ്റിക്ക് എക്സാമ്പിളായിട്ട് നമ്മൾ പറയുന്നത് റൂട്ട് ഷൂട്ട് റേഷ്യോയിലുള്ള വ്യത്യാസമാണ്. അപ്പോൾ എന്താണ് റൂട്ട് ഷൂട്ട് റേഷ്യോ പറയുമ്പം ഇപ്പോൾ ഒരു ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും, റൂട്ടിനെ ന്യൂമറേറ്ററായിട്ടും ഷൂട്ടിനെ ഡിനോമിനേറ്റർ, അതാണ് റൂട്ട് ഷൂട്ട് റേഷ്യോ. അപ്പം അങ്ങനെ എഴുതുമ്പോൾ സ്വാഭാവികമായിട്ടും ന്യൂമറേറ്റർ കൂടുകയും ഡിനോമിനേറ്റർ കുറയുകയും ചെയ്യുകയാണെങ്കിൽ ഓവറോൾ റേഷ്യോയുടെ വാല്യൂ കൂടുതലായിരിക്കും. ന്യൂമറേറ്റർ കൂടുതലും വലിയ ഒരു വാല്യൂവിനെ ചെറിയ വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഓവറോൾ വാല്യൂ കൂടുതലായിരിക്കും. ഇതാണ് റൂട്ട് ഷൂട്ട് റേഷ്യോ എന്ന് പറഞ്ഞാൽ റൂട്ട് ന്യൂമറേറ്ററും ഷൂട്ട് ഡിനോമിനേറ്ററായിട്ടും വരുന്ന ആ റേഷ്യോനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന വാട്ടർ സ്ട്രെസ്സിൻ്റെ സമയത്ത് റൂട്ട് ഷൂട്ട് റേഷ്യോയിൽ ഒരു വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ എന്താണ് റൂട്ട് ഷൂട്ട് റേഷ്യോയിൽ വരുന്ന വ്യത്യാസം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഈ റൂട്ടിൻ്റെ അല്ലെങ്കിൽ ഷൂട്ടിൻ്റെ ഗ്രോത്ത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. റൂട്ട് വാട്ടർ അബ്സോർവ് ചെയ്യുന്നു, ആ വാട്ടർ ഷൂട്ടിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു, ആ വാട്ടർ ഉപയോഗിച്ച് ഷൂട്ട് എക്സ്പാൻഷൻ നടക്കുന്നു, കൂടുതൽ ലീഫ് അല്ലെങ്കിൽ ഗ്രോത്ത് നടക്കുന്നു. അതുകൂടാതെ ഈ വാട്ടർ ഉപയോഗിച്ച് ഫോട്ടോസിന്തസിസ് നടക്കുന്നു. അപ്പോൾ ഷൂട്ടിൽ രണ്ട് കാര്യങ്ങളാണ് നടക്കുന്നത്. ഒന്ന്, ഈ വാട്ടർ ഉപയോഗിച്ച് ഫോട്ടോസിന്തസിസും, രണ്ടാമത് ഈ വാട്ടർ ഉപയോഗിച്ച് ഗ്രോത്ത് അല്ലെങ്കിൽ എക്സ്പാൻഷൻ നടക്കും. അപ്പോൾ ഇവിടെ നോർമലി എന്ത് സംഭവിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ വാട്ടർ അബ്സോർവ് ചെയ്ത് ഷൂട്ടിന് കൊടുക്കുന്നു, ഷൂട്ട് ആ വാട്ടർ ഉപയോഗിച്ച് ഫോട്ടോസിന്തസിസ് നടത്തുന്നു അല്ലെങ്കിൽ ലീഫ് എക്സ്പാൻഡ് ചെയ്യുന്നു. ഫോട്ടോസിന്തസിൻ്റെ പ്രോഡക്റ്റ് ആയിട്ടുള്ള ഫോട്ടോസിന്തസിൻ്റെ പ്രോഡക്റ്റ് ആയിട്ടുള്ള എനർജി എങ്ങോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു, റൂട്ടിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. ആ എനർജി ഉപയോഗിച്ച് റൂട്ട് വീണ്ടും ഗ്രോ ചെയ്യുന്നു, കൂടുതൽ വാട്ടർ അബ്സോർവ് ചെയ്യുന്നു, ഷൂട്ടിന് കൊടുക്കുന്നു. ഷൂട്ട് കൂടുതൽ എഫക്റ്റീവായിട്ട് ഫോട്ടോസിന്തസിസും എക്സ്പാൻഷൻ നടക്കുന്നു, കൂടുതൽ എഫക്റ്റീവായിട്ട് ഫോട്ടോസിന്തേറ്റ് റൂട്ടിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു, റൂട്ട് വീണ്ടും എക്സ്പാൻഡ് ചെയ്യുന്നു. ഇത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർകണക്റ്റഡ് ആണ്. കൂടുതൽ വാട്ടർ കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ഫോട്ടോസിന്തസിസ്, കൂടുതൽ ഫോട്ടോസിന്തസിസ് എങ്കിൽ കൂടുതൽ ഷൂട്ട് ഗ്രോത്ത്, കൂടുതൽ ഷൂട്ട് ഗ്രോത്ത് ആൻഡ് ഫോട്ടോസിന്തസിസ് എങ്കിൽ കൂടുതൽ ഫോട്ടോസിന്തേറ്റ് ട്രാൻസ്പോർട്ടഡ് റൂട്ട്, അതുവഴി കൂടുതൽ റൂട്ട് ഗ്രോത്ത്, കൂടുതൽ റൂട്ട് ഗ്രോത്ത് എങ്കിൽ കൂടുതൽ അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ. ഇത് ഇങ്ങനെ കണക്റ്റഡ് ആയിട്ട് കിടക്കുന്നതാണ്. പക്ഷേ വാട്ടർ സ്കേഴ്സിറ്റിയുടെ സമയത്ത് ഈ ഒരു ഇക്വേഷൻ മാറുന്നു. വാട്ടർ സ്കേഴ്സിറ്റി നമ്മൾ നേരത്തെ കണ്ടു, വാട്ടർ സ്കേഴ്സിറ്റി ഇല്ലാത്തപ്പോൾ ഫോട്ടോസിന്തസിൻ്റെ പ്രോഡക്റ്റ് രണ്ടുപേരും ഈക്വലി യൂട്ടിലൈസ് ചെയ്യുന്നു. റൂട്ടും ഷൂട്ടും യൂട്ടിലൈസ് ചെയ്ത് രണ്ടുപേരും ഗ്രോ ചെയ്യുന്നു. അപ്പോൾ രണ്ട് വാല്യൂ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒരേപോലെ കൂടുമ്പോൾ ഓവറോൾ റേഷ്യോയ്ക്ക് വലിയ വ്യത്യാസം വരത്തില്ല. എന്തുകൊണ്ടെന്നാൽ ന്യൂമറേറ്റർ കൂടുന്നു, അതിൻ്റെ കൂടെ ഡിനോമിനേറ്ററും കൂടുന്നു, അല്ലെങ്കിൽ ബയോമാസ് ഓഫ് റൂട്ട് കൂടുന്നു, ബയോമാസ് ഓഫ് ഷൂട്ടും കൂടുന്നു. അപ്പോൾ എന്താണ്, ഓവറോൾ വാല്യൂ വ്യത്യാസം വരത്തില്ല. പക്ഷേ വാട്ടർ സ്കേഴ്സിറ്റിയിലോട്ട് പോകുമ്പോൾ ഉള്ള വാട്ടർ റൂട്ട് ഷൂട്ടിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. ഷൂട്ട് ആ വാട്ടർ ഉപയോഗിച്ച് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഫോട്ടോസിന്തസിസും പിന്നെന്താണ്, എക്സ്പാൻഷൻ ഓഫ് ഷൂട്ട്, ഗ്രോത്ത്. തൽക്കാലത്തേക്ക് എന്താണ്, ഈ വാട്ടർ സ്കേഴ്സിറ്റിയുടെ സമയത്ത് എക്സ്പാൻഷൻ ഓഫ് ഗ്രോത്ത് നല്ലപോലെ കുറയ്ക്കുന്നു, ഓൾമോസ്റ്റ് ഇല്ലാണ്ടാക്കുന്നു. ഫോട്ടോസിന്തസിസ് ചെറിയ കുറവ് വരുമെങ്കിൽ പോലും എന്താണ്, ഫോട്ടോസിന്തസിസ് കണ്ടിന്യൂ ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം എനർജി പ്രൊഡക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ എനർജി പ്രൊഡക്ഷൻ ഈ സമയത്ത് വാട്ടർ സ്കേഴ്സിറ്റിയുടെ സമയത്ത് ഉള്ള വാട്ടർ റൂട്ട് ഷൂട്ടിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്ത് ആ വാട്ടർ ഉപയോഗിച്ചിട്ട് ലീഫ് എക്സ്പാൻഷൻ ഓൾമോസ്റ്റ് അങ്ങോട്ട് സ്റ്റോപ്പേ ചെയ്യുന്നു, അല്ലെങ്കിൽ ഷൂട്ട് എക്സ്പാൻഷൻ സ്റ്റോപ്പ് ചെയ്യുന്നു. പക്ഷേ ഫോട്ടോസിന്തസിസ് അത്രമാത്രം അഫക്റ്റഡ് ആകുന്നില്ല വാട്ടർ സ്കേഴ്സിറ്റി കൊണ്ട്. കാരണം ഫോട്ടോസിന്തസിസ് കണ്ടിന്യൂ ചെയ്തേ പറ്റത്തുള്ളൂ. ആ ഫോട്ടോസിന്തസിസിൻ്റെ പ്രോഡക്റ്റ് ആയിട്ടുള്ള ഫോട്ടോസിന്തേറ്റ് അല്ലെങ്കിൽ എനർജി എന്ന് പറയുന്ന സംഗതി എന്താണ്, ഇപ്പോൾ മെയിനായിട്ടും ആർക്ക് കൊടുക്കും, റൂട്ടിന് കൊടുക്കും. ഷൂട്ട് ഉപയോഗിക്കാതെ റൂട്ടിന് കൊടുക്കും. എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ വേണ്ടത് റൂട്ട് ഗ്രോത്ത് ആണ്. കാരണം വാട്ടർ സ്കേഴ്സിറ്റിയാണ്. റൂട്ട് നല്ലപോലെ ഗ്രോ ചെയ്താൽ ഡീപ്പർ ലെയറിലോട്ട് പോയിട്ട് കൂടുതൽ
വാട്ടർ ക്യാൻ ബി അബ്സോർബ്ഡ്. അപ്പം ഇക്വേഷൻ മാറി. ഇക്വേഷൻ എന്താണ്? നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു വാട്ടർ സ്കേഴ്സിറ്റി ഇല്ലാത്തപ്പോൾ ഷൂട്ടിനും റൂട്ടിനും ഒരേപോലെ എനർജി കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ ഇപ്പോൾ അത് റൂട്ടിന് മെയിനായിട്ടും എനർജി കൊടുക്കുന്ന ഒരു അവസ്ഥയിലോട്ട് വന്നു. അപ്പം ഷൂട്ട് എക്സ്പാൻഷൻ ഇല്ല, റൂട്ട് എക്സ്പാൻഷൻ ആണ്. ഉള്ള ഫോട്ടോസിന്തസിസ് കൊണ്ട് എനർജി കൊണ്ട് റൂട്ട് എക്സ്പാൻഷൻ ആണ് നടക്കുന്നത്. അപ്പം ഇപ്പോൾ എന്താണ്? റൂട്ട് ഷൂട്ട് റേഷ്യോ, റൂട്ടിൻ്റെ ബയോമാസ് കൂടുന്നു, ഷൂട്ടിൻ്റെ കുറയുന്നു കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ എന്തായിരിക്കും? അല്ലെങ്കിൽ റൂട്ടിൻ്റെ കൂടുന്നത് കൊണ്ട് ഓവറോൾ റേഷ്യോ ഓഫ് റൂട്ട് അല്ലെങ്കിൽ ഓവറോൾ റൂട്ട് ഷൂട്ട് റേഷ്യോ കുറയുന്നു. അപ്പോൾ വാട്ടർ സ്കേഴ്സിറ്റിയുടെ സമയത്ത് മെയിനായിട്ട് ഫോട്ടോസിന്തസിൻ്റെ പ്രോഡക്റ്റ് റൂട്ടിന് കൊടുക്കുന്നത് കൊണ്ട് റൂട്ടിൻ്റെ ബയോമാസ് കൂടുകയും ഷൂട്ടിൻ്റെ കാര്യമായിട്ട് ഇൻക്രീസ് വരാത്തത് കൊണ്ട് ചിലപ്പോൾ ഡിക്രീസും വരാൻ സാധ്യത ഉള്ളത് കൊണ്ട് ഓവറോൾ വാല്യൂ ഓഫ് റൂട്ട് ഷൂട്ട് റേഷ്യോ കുറയുന്നു. അപ്പോൾ ഇതാണ് വാട്ടർ സ്ട്രെസ്സിൻ്റെ സമയത്ത് നടക്കുന്ന ഫീനോട്ടിപ്പിക് പ്ലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ മോർഫോളജിക്കൽ ചേഞ്ച്. അപ്പോൾ റൂട്ട് ഷൂട്ട് റേഷ്യോയിൽ റിഡക്ഷൻ ഉണ്ടാകുന്നു. റിഡക്ഷൻ അല്ല, ഇൻക്രീസ് ഉണ്ട്. കാരണം റൂട്ടാണ് ഗ്രോ ചെയ്യുന്നത്, ഷൂട്ടിൻ്റെ ഏരിയ കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായിരിക്കും? ഇൻക്രീസ് ഉണ്ട്. അപ്പം റൂട്ട് ഷൂട്ട് റേഷ്യോയിലുള്ള ഇൻക്രീസ് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? വാട്ടർ സ്ട്രെസ്സിൻ്റെയും ഇൻഡിക്കേറ്ററായിട്ട് നമുക്കിതിനെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഒരു ഗ്രാഫ് കൊടുത്തേക്കുന്നത്. അറാബ്ഡോസിൽ എന്താണ് ഈ അറാബ്ഡോസിൽ ഈ റൂട്ട് ഷോട്ട് റേഷ്യോയുടെ ഒരു ഗ്രാഫാണ് കൊടുത്തേക്കുന്നത്. അബ്സിസിക് ആസിഡ് ആണ് ഈ റൂട്ട് ഷൂട്ട് റേഷ്യോയിനെ മാറ്റുന്നതിൽ ഇൻവോൾവ് ആയിട്ടുള്ള പ്ലാൻ ഹോർമോൺ. അപ്പോൾ ഇവിടെ ഒരിടത്ത് എന്താണ്? അബ്സിസിക് ആസിഡ് മ്യൂട്ടേറ്റഡ് ആണ്, മറ്റൊരിടത്ത് എന്താണ്? അബ്സിസിക് ആസിഡ് നോർമലാണ്. മ്യൂട്ടേറ്റഡ് ആകുമ്പോൾ റൂട്ട് ഷൂട്ട് റേഷ്യോയ്ക്ക് ടൈമുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു വ്യത്യാസം വരുന്നില്ല. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രെസ് ഡിപ്പെൻഡൻറ്റ് മാനറിൽ ഈ റൂട്ട് ഷൂട്ട് റേഷ്യോയിൽ ഒരു വ്യത്യാസം വരുന്നില്ല അബ്സിസിക് ആസിഡ് മ്യൂട്ടേറ്റഡ് ആയപ്പോൾ. അതിൻ്റെ അർത്ഥം അബ്സിസിക് ആസിഡ് ആയിരിക്കണം ഈ റൂട്ട് ഷൂട്ട് റേഷ്യോ വ്യത്യാസം വരുത്തിൽ ഇൻവോൾവ് ആയിട്ടുള്ള പ്ലാന്റ് ഹോർമോൺ. നേരെ മറിച്ച് നോർമൽ അബ്സിസിക് ആസിഡ് ഉള്ള പ്ലാന്റുകളിൽ റൂട്ട് ഷൂട്ട് റേഷ്യോ ഈ സ്ട്രെസ്സിൻ്റെ ടൈം കൂടും തോറും കൂടി വരുന്നു പറയുമ്പോൾ കൂടുതൽ ഫോട്ടോസിന്തേറ്റ് ഈസ് ഡെഡിക്കേറ്റഡ് ഫോർ റൂട്ട് ഗ്രോത്ത് അല്ലെങ്കിൽ റൂട്ട് ഷൂട്ട് റേഷ്യോ കൂടുന്നു സ്ട്രെസ്സിൻ്റെ ലോട്ടുള്ള എക്സ്പോഷർ കൂടുന്നതനുസരിച്ച്. ഇതാണ് റൂട്ട് ഷൂട്ട് റേഷ്യോയെ പറ്റി പറയാനുള്ളത്. ഓക്കെ, അടുത്തത് നമ്മൾ സ്ട്രെസ്സുമായിട്ട് എബയോട്ടിക് സ്ട്രെസ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പറയാൻ പോകുന്നത് മെറ്റബോളിക് ഷിഫ്റ്റാണ്. ചില മെറ്റബോളിക് പാത്വേ സ്ട്രെസ് ഡിപ്പെൻഡൻറ്റ് മാനറിൽ മാറ്റം വരുന്നു. നോർമൽ പാത്വേയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള വേറെ ചില പാത്വേസ് ഓപ്പറേറ്റ് ചെയ്യും. അതുവഴി ഈ സ്ട്രെസ്സിനെ കൗണ്ടർ ചെയ്യാനുള്ള രീതിയിലേക്ക് പ്ലാന്റ് മാറുന്നു. അപ്പോൾ ഇവിടെ പലപ്പോഴും ഈ എൻവയോൺമെൻറ്റൽ ചേഞ്ചുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഇതുപോലുള്ള ഷിഫ്റ്റ് ഇൻ മെറ്റബോളിസം കാണാറുണ്ട്. അപ്പം ഇവിടെ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു കാര്യം എന്നുണ്ടെങ്കിൽ അനൈറോബിക് സ്ട്രെസ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്യുന്ന അനൈറോബിക് സ്ട്രെസ് വാട്ടർ ലോക്ഡ് കണ്ടീഷനിൽ വാട്ടറിലെ ഡിസോൾവ്ഡ് ഓക്സിജൻ കുറവായതുകൊണ്ട് ഈ പലപ്പോഴും റൂട്ട് സെല്ലുകൾ അല്ലെങ്കിൽ ഈ എൻ്റയർ പ്ലാന്റ് ഓക്സിജൻ സ്കേഴ്സിറ്റിയിലേക്ക് വരും, ഓക്സിജൻ സ്കേഴ്സിറ്റിയിലോട്ട് വരും. നമ്മൾ എയറൻ കൈമയുടെ പ്രൊഡക്ഷനെ പറ്റിയൊക്കെ പറഞ്ഞ ആ ഒരു സെഷൻ നമ്മളിത് പറഞ്ഞതാണ്. ഫ്ലഡിങ്ങിൻ്റെ സമയത്ത് അനൈറോബിക് സ്ട്രെസ്സ് പ്ലാന്റ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഇവിടെ ഈ സമയത്ത് വരുന്ന മെറ്റബോളിക് ഷിഫ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോർമലി ഗ്ലൈക്കോലൈസിൻ്റെ പ്രോഡക്റ്റ് ആയിട്ടുള്ള പൈറുവേറ്റ്, ഗ്ലൈക്കോലൈസിസ് എന്ന് പറയുമ്പോൾ അനൈറോബിക് റെസ്പിറേഷനാണ്, ഓക്സിജൻ്റെ ആവശ്യമില്ല. പക്ഷേ ഈ പറയുന്ന പൈറുവേറ്റിനെ ഫർദർ ഓക്സിഡേഷൻ നടക്കണമെങ്കിൽ ഓക്സിജൻ വേണം. അപ്പം ആ ഒരു പാത്വേ എന്താണ്? ഗ്ലൈക്കോലൈസിസ്, ക്രെബ്സ് സൈക്കിൾ, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ അങ്ങനെ പോയി കഴിഞ്ഞാൽ മാത്രമേ എഫക്റ്റീവായിട്ട് ഗ്ലൂക്കോസിൻ്റെ കംപ്ലീറ്റ് എനർജിയും റിലീസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം എന്നാൽ പോലും ഈ പറയുന്ന വാട്ടർ സ്ട്രെസ്സിൻ്റെ സമയത്ത് അല്ലെങ്കിൽ അനൈറോബിക് സ്ട്രെസ് ഫ്ലഡിങ്ങിൻ്റെ സമയത്ത് ഈ പറയുന്ന ഓക്സിജൻ ഉണ്ടെങ്കിൽ മാത്രമേ എയ്റോബിക് റെസ്പിറേഷൻ നടക്കത്തുള്ളൂ. ഏത്? ഗ്ലൈക്കോലൈസിസ് കഴിഞ്ഞ് ക്രെബ്സ് സൈക്കിൾ കഴിഞ്ഞ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടേഷൻ അങ്ങനെ ഫുള്ളായിട്ട് ഓക്സിഡേഷൻ ഓഫ് ഗ്ലൂക്കോസ് നടക്കത്തുള്ളൂ. ഓക്സിജൻ ഉണ്ടെങ്കിൽ മാത്രമേ. പക്ഷേ എന്താണ് ഈ ഓക്സിജൻ കുറവുള്ളപ്പോൾ പ്ലാന്റിനെ സംബന്ധിച്ച് മെയിനായിട്ടുള്ള പ്രശ്നം? ഈ എയ്റോബിക് റെസ്പിറേഷന് വേണ്ടുന്ന ഓക്സിജൻ സ്കേഴ്സിറ്റി വരും. അപ്പോൾ എയ്റോബിക് റെസ്പിറേഷൻ നടക്കാൻ പറ്റത്തില്ല. അപ്പോൾ അനൈറോബിക് റെസ്പിറേഷനെ ഡിപ്പെൻഡ് ചെയ്ത് വേണം എനർജി പ്രൊഡക്ഷൻ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള വാട്ടർ സ്ട്രെസ്സിൻ്റെ സമയത്ത് ഓക്സിജൻ കുറവുള്ളപ്പോൾ എയ്റോബിക് റെസ്പിറേഷൻ പോസിബിൾ അല്ലാത്തപ്പോൾ അനൈറോബിക് റെസ്പിറേഷനിലോട്ട് പ്ലാന്റ് പോകുന്നു. അപ്പോൾ എങ്ങനെയാണ് അനൈറോബിക് റെസ്പിറേഷൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനീഷ്യലി ഗ്ലൈക്കോലൈസിസിൻ്റെ ഒരു എൻ പ്രോഡക്റ്റ് ആയിട്ട് പൈറുവേറ്റ് നമുക്ക് പറയാൻ പറ്റും. ഗ്ലൈക്കോലൈസിൻ്റെ ഒരു എൻ പ്രോഡക്റ്റ് ആയിട്ട് ഒരു പൈറുവേറ്റ് 3 കാർബൺ കോമ്പൗണ്ട്. ഇത് എയ്റോബിക് റെസ്പിറേഷൻ്റെ സമയത്ത് മൈറ്റോകോൺഡ്രിയയിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യും. അവിടെ വെച്ച് ഗ്ലൈക്കോലൈസിസും ക്രെബ്സ് സൈക്കിളൊക്കെ ഓപ്പറേറ്റ് ചെയ്ത് അങ്ങനെയാണ് കംപ്ലീറ്റ് ഓക്സിഡേഷൻ ഓഫ് ഗ്ലൂക്കോസ്. അപ്പോൾ ഒരു ഗ്ലൂക്കോസിൽ തുടങ്ങി 2 പൈറുവേറ്റിൽ അവസാനിക്കുന്നതാണ് ഗ്ലൈക്കോലൈസിസ്. ഈ പൈറുവേറ്റ് ആണ്
മൈറ്റോകോൺഡ്രിയയിലോട്ട് ട്രാൻസ്പോർട്ടഡ് ആയി അവിടെ വെച്ചിട്ടാണ് ബാക്കി ഫർദർ ഓക്സിഡേഷൻ നടക്കുന്നത്. അപ്പോൾ അതിന് എന്താണ് ഈ പറയുന്ന എയറോബിക് റെസ്പിറേഷൻ നടക്കണമെങ്കിൽ ഓക്സിജൻ വേണം. ഇപ്പോൾ വാട്ടർ ലോക്ഡ് കണ്ടീഷനാണ്, പ്ലാന്റിൽ ഓക്സിജൻ ഇല്ല. ഉടനെ പ്ലാന്റ് എന്താണ്, 2 ഓപ്ഷനാണ്. പൈറുവേറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ടു ലാക്ടേറ്റ് ബൈ ലാക്ടേറ്റ് ഡീഹൈഡ്രോജനേസ് എൻസൈം. ഇത് ലാക്റ്റിക് ആസിഡ് അക്യുമുലേഷൻ ഇൻ ദ സെല്ലിന് കാരണമാകുന്നു. ഇതെന്താണ്, അല്ലെങ്കിൽ എന്താണ്, പൈറുവേറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ടു എഥനോൾ. 2 സ്റ്റെപ്പ് റിയാക്ഷൻ ആണ്. പൈറുവേറ്റ് ഡീഹൈഡ്രോജനേസ് ഒരു അസറ്റാൽഡിഹൈഡ് ഉണ്ടാക്കുന്നു. ഈ അസറ്റാൽഡിഹൈഡ് ആൽക്കഹോൾ ഡീഹൈഡ്രോജനേസ് എൻസൈം എഥനോളാക്കി മാറ്റുന്നു. അപ്പോൾ ഈ പൈറുവേറ്റിന് 2 ഓപ്ഷൻ. കാരണം പൈറുവേറ്റിനെ കംപ്ലീറ്റ് ആയിട്ട് ഓക്സിഡൈസ് ചെയ്യാൻ പറ്റത്തില്ല. കംപ്ലീറ്റ് ആയിട്ട് ഓക്സിഡേഷൻ എന്ന് പറഞ്ഞെങ്കിൽ എയ്റോബിക് റെസ്പിറേഷൻ ആണ്, അതിന് ഓക്സിജൻ വേണം. ഇപ്പോൾ ഈ വാട്ടർ ലോക്ഡ് കണ്ടീഷനിൽ ഓക്സിജൻ ഇല്ലാത്ത കണ്ടീഷനാണ്. അതുകൊണ്ട് അനൈറോബിക് റെസ്പിറേഷൻ. അപ്പോൾ ലാക്റ്റേറ്റ് ആയിട്ട് കൺവേർട്ടർ ആകാം പൈറുവേറ്റ്, എഥനോളായിട്ട് കൺവേർട്ടഡ് ആകാം. പക്ഷേ ഇത് അനൈറോബിക് റെസ്പിറേഷനാണ്. ഓക്സിജൻ യൂട്ടിലൈസ് ചെയ്തുള്ളത് എയ്റോബിക് റെസ്പിറേഷനാണ്. അപ്പോൾ ഒരു മോളിക്യൂൾ ഓഫ് ഗ്ലൂക്കോസിൽ നിന്നും അനൈറോബിക് ഈ ഭാഗത്ത് നടക്കുകയാണെങ്കിൽ 2 ATP ആണ് നെറ്റ് കിട്ടുന്നത്. നേരെ മറിച്ച് ഇത് എയ്റോബിക് റെസ്പിറേഷനോട്ട് പോയി കഴിഞ്ഞാൽ 36 ATP പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും ഒരു ഗ്ലൂക്കോസിൽ നിന്നും. അത്രമാത്രം എനർജി ഡിഫറൻസ് ഉണ്ട്. പക്ഷേ O2 ഇല്ലാത്തടത്തോളം കാലം ആ 36 ATP കിട്ടുന്ന എയ്റോബിക് റെസ്പിറേഷൻ നടക്കാൻ പറ്റത്തില്ല. പിന്നെ ആകപ്പാട് ഡിപ്പെൻഡ് ചെയ്യുന്ന എന്താണ്, അനൈറോബിക് റെസ്പിറേഷനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. എയ്റോബിക് റെസ്പിറേഷൻ നടക്കാൻ പറ്റത്തില്ല, അനൈറോബിക് റെസ്പിറേഷൻ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പം എന്താണ് മെറ്റബോളിക് ഷിഫ്റ്റ് എന്ന് പറഞ്ഞെങ്കിൽ, എയ്റോബിക് റെസ്പിറേഷൻ നടക്കാതെ അനൈറോബിക് റെസ്പിറേഷൻ. പൈറുവേറ്റ് ഇനീഷ്യലി എന്താണ്, പൈറുവേറ്റ് 2 ഓപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. പൈറുവേറ്റ് എഥനോളായിട്ട് മാറാം, പൈറുവേറ്റ് ലാക്റ്റേറ്റ് ആയിട്ട് മാറാം. ഇനീഷ്യലി പൈറുവേറ്റ് ഈസ് കൺവേർട്ടഡ് ടു ലാക്റ്റേറ്റ്. അപ്പോൾ ലാക്റ്റിക് ആസിഡിൻ്റെ കോൺസെൻട്രേഷൻ കൂടും. പൈറുവേറ്റ് ഇനീഷ്യലി ലാക്റ്റേറ്റ് ആയിട്ട് മാറുന്നു എപ്പോൾ, അനൈറോബിക് സ്ട്രെസ്സിൻ്റെ സമയത്ത്. അപ്പോൾ ലാക്റ്റിക് ആസിഡിൻ്റെ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ ആസിഡിറ്റി കൂടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിക്രീസ് ഇൻ pH. അപ്പോൾ ഡിക്രീസ് ഇൻ pH ഈ പറയുന്ന പൈറുവേറ്റ് ലാക്റ്റേറ്റ് ആയിട്ട് മാറുന്നു. ലാക്റ്റിക് ആസിഡ്, ഈ ലാക്റ്റിക് ആസിഡിൻ്റെ അക്യുമുലേഷൻ അല്ലെങ്കിൽ ലാക്റ്റിക് ആസിഡ് കൊണ്ട് ഡിക്രീസ് ഇൻ pH എന്തിന് കാരണമാകുന്നു, ഈ ലാക്റ്റേറ്റ് ഫോർമേഷന് കാരണമായിട്ടുള്ള എൻസൈം, അതായത് ലാക്റ്റേറ്റ് ഡീഹൈഡ്രോജനേസിൻ്റെ ഇനാക്ടിവേഷൻ കാരണമാകുന്നു. അപ്പോൾ ഈ പാത്വ നടക്കത്തില്ല. പിന്നെ നടക്കുന്ന പാത്വ എന്താണ്, അത് മാത്രമല്ല പൈറുവേറ്റ് ഡീഹൈഡ്രോജനേസ്, ആൽക്കഹോൾ ഡീഹൈഡ്രോജനേസ് പോലുള്ള ഈ പാത്വയിൽ ഇൻവോൾവ് ആയിട്ടുള്ള എൻസൈംസ് ആർ ആക്ടിവേറ്റഡ്. ഈ pH കുറയുന്നു അല്ലെങ്കിൽ അസിഡിറ്റി. എങ്ങനെ pH കുറഞ്ഞത്, പൈറുവേറ്റ് ഈസ് ഇനീഷ്യലി കൺവേർട്ടഡ് ടു ലാക്റ്റേറ്റ് അല്ലെങ്കിൽ ലാക്റ്റിക് ആസിഡ് അസിഡിക് ആയിട്ടുള്ള pHലോട്ട് പോകുന്നു. അപ്പോൾ ലാക്റ്റേറ്റ് ഡീഹൈഡ്രോജനേസ് ആ ഒരു അസിഡിക് pHൽ ഇനാക്റ്റീവ് ആകുന്നു. പൈറുവേറ്റ് ഡീഹൈഡ്രോജനേസും ആൽക്കഹോൾ ഡീഹൈഡ്രോജനേസും ആക്റ്റീവ് ആകുന്നു. പൈറുവേറ്റ് ഈസ് കൺവേർട്ടഡ് ടു എഥനോൾ. പൈറുവേറ്റ് ഇനീഷ്യലി അസറ്റാൽഡിഹൈഡ് ആയിട്ട് മാറുന്നു, പിന്നെ എഥനോൾ ആയിട്ട് മാറുന്നു. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ മെറ്റബോളിക് ഷിഫ്റ്റ്. എന്താണ് മെറ്റബോളിക് ഷിഫ്റ്റ് എന്ന് പറയുന്നത്? അപ്പോൾ ഇവിടെ നടന്നേക്കുന്നത് എയ്റോബിക് റെസ്പിറേഷനിൽ നിന്നും അനൈറോബിക് റെസ്പിറേഷനിലോട്ട് ഷിഫ്റ്റ് വന്നു. അപ്പോൾ ഒരു കാര്യം ശരിയാണ്, ഇവിടെ എനർജി പരമായിട്ട് നോക്കുകയാണെങ്കിൽ വളരെ കുറവാണ്. എയ്റോബിക് റെസ്പിറേഷൻ O2 ഉപയോഗിച്ചിട്ടുള്ള എയ്റോബിക് റെസ്പിറേഷൻ നടന്നിരുന്നെങ്കിൽ 36 നെറ്റ് ATP വേണ്ടി പ്രൊഡക്ഷൻ നടന്നേനെ. ഇവിടെ 2 എണ്ണം മാത്രമാണ് നെറ്റ്. എങ്കിൽ പോലും ആ എനർജി കൊണ്ട് പിടിച്ചു നിൽക്കുക. ഏത് സമയം വരെ നമ്മൾ കണ്ടായിരുന്നുവോ, ഈ പറയുന്ന അനൈറോബിക് സ്ട്രെസ്സിൻ്റെ സമയത്ത് എയറൻകൈമയുടെ ഫോർമേഷൻ നടക്കുന്നു. എയറൻകൈമ ഫോം ചെയ്ത് കഴിഞ്ഞാൽ O2ൻ്റെ ട്രാൻസ്പോർട്ടേഷൻ നല്ലപോലെ നടക്കും. ആ സമയം വരെ ഈ കുറഞ്ഞ എനർജിയിലാണ് പിടിച്ചു നിൽക്കുക. ഇതാണ് ഈ റെസ്പിറേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മെറ്റബോളിക് ഷിഫ്റ്റ് പറയാനുള്ളത്, അല്ലെങ്കിൽ അനൈറോബിക് സ്ട്രെസ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മെറ്റബോളിക് ഷിഫ്റ്റ് പറയാനുള്ളത്. ഇനി അടുത്തത് ഒരു കാര്യം എന്നുണ്ടെങ്കിൽ ക്രാസുലേഷൻ ആസിഡ് മെറ്റബോളിസം. നമ്മൾ ഫോട്ടോസിന്തസിസിനെ പറ്റി പറഞ്ഞതാണ്, അല്ലെങ്കിൽ C4 പാത്വേയുടെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ പ്ലാന്റുകളെല്ലാം C3 ആണ്. ഫസ്റ്റ് ഈ ഫോട്ടോസിന്തസിൻ്റെ ഫലമായിട്ട് ഫസ്റ്റ് ഫിക്സ് ചെയ്യുന്നത് ഒരു 3 കാർബൺ കോമ്പൗണ്ടാണ്. അതുകൊണ്ടാണ് C3 പാത്വേ എന്ന് പറയുന്നത്. ഞാനിതിനകത്ത് ഒരുപാട് ഡെപ്തിലോട്ട് പോകുന്നില്ല, കാരണം നമ്മൾ ഫോട്ടോസിന്തസിസ് റിലേറ്റഡ് ആയിട്ട് ക്യാമിനെ പറ്റിയൊക്കെ ഒരുപാട് പറഞ്ഞതാണ്. എന്തായാലും ഈ ക്യാം പാത്വേ എപ്പോഴാണ് ബെനിഫിഷ്യൽ ആയിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എറിഡ് കണ്ടീഷൻ, ഡ്രൈ ആയിട്ടുള്ള കണ്ടീഷനിൽ. സാധാരണഗതിയിൽ ഈ പറയുന്ന ഡ്രൈ ആയിട്ടുള്ള സമയത്ത് എന്താണ്, ഫോട്ടോസിന്തസിസ് നടക്കുന്ന ഡെയിലി നടക്കാൻ പറ്റുള്ളൂ. ഫോട്ടോസിന്തസിന് വേണ്ടുന്ന കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ എൻ്റർ ചെയ്യുന്നത് സ്റ്റൊമാറ്റോ വഴിയാണ്. അപ്പോൾ ഫോട്ടോസിന്തസിസ് കണ്ടിന്യൂസ് ആയിട്ട് നടക്കണമെങ്കിൽ സ്റ്റൊമാറ്റോ ഓപ്പൺ ആയിട്ട് വെക്കണം. അപ്പോൾ ഡേ ടൈമിൽ സ്റ്റൊമാറ്റോ ഓപ്പൺ ആയിട്ട് വെക്കുമ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരു നഷ്ടമുണ്ട്. ഈ സ്റ്റൊമാറ്റോ വഴി വാട്ടർ നഷ്ടമാകും. അപ്പോൾ C3 പ്ലാന്റുകളെ സംബന്ധിച്ച് പകല് ഫോട്ടോസിന്തസിസ് നടക്കുന്ന സമയത്ത് ആ ഫോട്ടോസിന്തസിൻ്റെ റോ മെറ്റീരിയൽ ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് എൻ്റർ ചെയ്യണമെങ്കിൽ
അതിൻ്റെ സ്റ്റൊമാറ്റോ ഓപ്പൺ ആയിട്ട് വെക്കണം. സ്റ്റൊമാറ്റോ ഓപ്പൺ ആയിട്ട് വെക്കുമ്പോൾ വാട്ടർ ലോസ് ഉണ്ട്. ഈ വാട്ടർ ലോസ് എന്ന് പറയുന്നത് ഡ്രൈ കണ്ടീഷനിൽ പ്ലാന്റുകളെ സംബന്ധിച്ച് വലിയ പ്രശ്നമാണ്. അങ്ങനെയുള്ള സമയത്തിൽ ക്യാം പാത്വേ ബെനിഫിഷ്യലാണ്. ഈ ക്യാം പ്ലാന്റുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ കാർബൺ ഡൈ ഓക്സൈഡ് അക്യുമുലേറ്റ് ചെയ്യുന്നത് നൈറ്റ് ടൈമിൽ സ്റ്റൊമാറ്റോ ഓപ്പൺ ആക്കി വെച്ചിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് അക്യുമുലേറ്റ് ചെയ്യും. എന്നിട്ട് പകൽ ഫോട്ടോസിന്തസിസ് മാത്രം നടത്തും. അപ്പം ഫോട്ടോസിന്തസിന് കാർബൺ ഡൈ ഓക്സൈഡ് വേണം. അപ്പോൾ പകൽ തന്നെ സ്റ്റൊമാറ്റോ ഓപ്പൺ ചെയ്ത് വെച്ച് കാർബൺ ഡൈ ഓക്സൈഡിനെ അകത്തേക്ക് കടത്തി വിടുകയാണെങ്കിൽ അതോടനുബന്ധിച്ച് വാട്ടർ ലോസ് ഉണ്ടാവും. ക്യാം പ്ലാന്റുകൾ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ എന്താണ് ഇൻ ടു ദ പ്ലാന്റ് രാത്രി നടത്തുകയും ഫോട്ടോസിന്തസിസ് എന്തായാലും പകൽ നടത്താൻ പറ്റുള്ളൂ, ലൈറ്റ് എനർജി ഉൾപ്പെടെ നടത്താൻ പറ്റുള്ളൂ. എന്നിട്ട് പകൽ ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിച്ച് ഫോട്ടോസിന്തസിസിലോട്ട് പോകുന്നു. അപ്പോൾ ഈ പറയുന്ന ഡ്രൈ കണ്ടീഷനിൽ ഈ ക്യാം പാത്വേ പ്ലാന്റുകളെ സംബന്ധിച്ച് ഒരു മെറ്റബോളിക് ഷിഫ്റ്റാണ്. പല സക്കുലൻ പ്ലാന്റുകൾ അല്ലെങ്കിൽ ഡെസേർട്ട് പ്ലാന്റുകളും ഫാക്കുൾട്ടേറ്റീവായിട്ട് അല്ലെങ്കിൽ എന്താണ് ഒരു ഡ്രൈ കണ്ടീഷൻ ഭയങ്കരമായിട്ട് കൂടുമ്പോൾ C3 പാത്വയിൽ നിന്നും ക്യാം പാത്വയിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. ഇതൊരു മെറ്റബോളിക് ഷിഫ്റ്റാണ്. അപ്പം എന്താണ് ആക്ച്വലി സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നൈറ്റിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഹാർവെസ്റ്റ് ചെയ്യുന്നത് വഴി വാട്ടർ ലോസ് ഒഴിവാകുന്നു. സാധാരണഗതിയിൽ ഈ പറയുന്ന ക്യാം പ്ലാന്റുകൾക്ക് 1 ഗ്രാം ഓഫ് ഡ്രൈ മാറ്റർ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് ഫിക്സ് ചെയ്യാൻ 125 ഗ്രാംസ് ഓഫ് വാട്ടർ മതി. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 to 5 മടങ്ങ് വാട്ടർ ലോസ് കുറവാണ് C3 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ഇങ്ങനെയുള്ള മെറ്റബോളിക് ഷിഫ്റ്റും ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. അപ്പം അടുത്ത നമ്മുടെ ടോപ്പിക് എന്താണെന്നുണ്ടെങ്കിൽ റിക്കവറി ഫ്രം സ്ട്രെസ് ക്യാൻ ബി ഡേഞ്ചറസ്. ഈവൻ സ്ട്രെസ്സിൻ്റെ കണ്ടീഷനിൽ നിന്നും ഉള്ള റിക്കവറി പോലും ചിലപ്പോൾ ഡേഞ്ചറസ് ആവാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രെസ്സിൻ്റെ സമയത്ത് ചില പ്രോട്ടീനുകൾ, mRNA, ലിപ്പിഡ് ഇതൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഈ സ്ട്രെസ്സിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഫാക്ടേഴ്സിൻ്റെ പ്രസൻസ് ഈ സ്ട്രെസ് കണ്ടീഷനിൽ നിന്ന് നോർമൽ കണ്ടീഷനിലൊക്കെ തിരിച്ചു വരുമ്പോൾ അവരുടെ പ്രസൻസ് പ്ലാന്റിൻ്റെ സർവൈവലിനെ ബാധിച്ചേക്കാം. അപ്പം ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ ഡ്രോട്ട് സ്ട്രെസ് ആയിട്ടുള്ള പ്ലാന്റ് അത് നോർമൽ കണ്ടീഷനോട്ട് വരുമ്പോൾ മെയിനായിട്ടുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡ്രോട്ട് സ്ട്രെസ്സിൻ്റെ സമയത്ത് ഹൈലി റെഡ്യൂസ്ഡ് കണ്ടീഷനാണ് അല്ലെങ്കിൽ അനറോബിക് കണ്ടീഷനാണ്. അത് നോർമൽ കണ്ടീഷനോട്ട് വരുമ്പോൾ ഓക്സിഡൈസിങ് കണ്ടീഷനാണ് അല്ലെങ്കിൽ O2 റിച്ച് ആയിട്ടുള്ള കണ്ടീഷനാണ്. അപ്പം ഈ O2 കുറവുള്ളപ്പോൾ അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രോട്ടീനുകൾ അല്ലെങ്കിൽ എൻസൈമുകൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചേക്കുവാണ്. അത് സഡനായിട്ട് എന്താണ് O2 റിച്ച് ആയിട്ട് റേഞ്ചിട്ട് മാറുവാണെങ്കിൽ വീണ്ടും എക്സസ് ഓഫ് റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് ഓക്സിജൻ്റെ പ്രസൻസിൽ എന്താണ് കൂടുതൽ എക്സസ് ഓഫ് റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസിൻ്റെ പ്രൊഡക്ഷന് കാരണമായേക്കാം. അപ്പോൾ അത് പ്ലാന്റിന് വളരെ പ്രശ്നത്തിലോട്ട് ആക്കിയേക്കാം. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന റിക്കവറി ഫ്രം സ്ട്രെസ്സ് എന്താണ് ഈ സ്ട്രെസ്സിൻ്റെ സമയത്ത് പ്ലാന്റിലുണ്ടായ ചേഞ്ച് പോലെ വളരെ സിങ്ക്രണൈസ്ഡ് മാനറിൽ ഒരുപാട് കാര്യങ്ങൾ ഒരു കോപ്പറേറ്റീവായിട്ടുള്ള രീതിയിൽ ഓപ്പറേറ്റ് ചെയ്താൽ മാത്രമേ റിക്കവറി ഫ്രം സ്ട്രെസ് നടക്കത്തുള്ളൂ. അപ്പം എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വേണ്ടാത്ത ഈ സ്ട്രെസ്സിൻ്റെ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്ത ഫാക്ടേഴ്സിൻ്റെ റിമൂവൽ അല്ലെങ്കിൽ റീസൈക്ലിംഗ് നടക്കണം. അതായത് ചില mRNAs പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, ചില പ്രോട്ടീനുകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, ചില ലിപ്പിഡുകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇവയൊക്കെ എന്താണ് ഒന്നെങ്കിൽ റിമൂവ് ചെയ്ത് കളയണം അല്ലെങ്കിൽ ഇത് റീസൈക്കിൾ ചെയ്ത് എങ്ങനെയാണെങ്കിലും അവയുടെ റിമൂവൽ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് പ്രോപ്പറായിട്ട് റിമൂവൽ നടന്നില്ലെങ്കിൽ ഈ സ്ട്രെസ്സിൻ്റെ സമയത്തിൻ്റെ എന്നുള്ള റിക്കവറിയുടെ സമയത്ത് വീണ്ടും കൂടുതൽ പ്രശ്നത്തിലേക്ക് പ്ലാന്റ് പോകാൻ സാധ്യതയുണ്ട്. ചില പ്ലാന്റുകൾ ഈ സ്ട്രെസ്സിൻ്റെ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്ത ഫാക്ടേഴ്സിനെ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യത്തില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മെമ്മറി എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഇനി ഒരു അടുത്ത ഒരു സ്ട്രെസ്സിന് അത് യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിൽ ഒരു കുറച്ച് ക്വാണ്ടിറ്റി നിലനിർത്തുന്നുണ്ട്. അത് പലപ്പോഴും ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും നോർമലി ഈ സ്ട്രെസ്ഫുൾ കണ്ടീഷനിൽ നിന്നും നോർമലിലോട്ടുള്ള റിക്കവറി ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആണ്. ഒരുപാട് ഇൻ്റർകണക്റ്റഡ് ആയിട്ടുള്ള പാത്വേസ് അതിനകത്ത് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. സിങ്ക്രണൈസ്ഡ് മാനറിൽ ഒരുപാട് പ്രോട്ടീൻസ് അല്ലെങ്കിൽ എൻസൈമുകൾ അതിനകത്ത് ഇൻവോൾവ് ആണ്.